കഥ തുടരുന്നു. ട്രീ ഹൗസിന്റെ താഴത്തെ പടിയിലേക്ക് കാൽ വെച്ചത് അതിൽ പെട്ടെന്ന് അത് പിൻവലിച്ചു. ഒറ്റ നിമിഷത്തിനുള്ളിൽ അവ്യക്തമായൊരു ഭീതി അവനെ പൊതിഞ്ഞു. ഇന്നേ വരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇതേപോലെ ഇവിടേക്ക് വന്നിട്ടില്ല. വന്നവരൊക്കെ തന്റെ ക്ഷണിതാക്കളായിരുന്നു. ദാദിൽ ഇടം കണ്ണിട്ട് സുഹൃത്തുക്കളെ നോക്കി. അവരും ഒന്നും മനസ്സിലാകാതെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. 2 പോലീസ് വാഹനങ്ങളിൽ നിന്ന് തിടുക്കത്തിൽ കാക്കിധാരികൾ ചാടിയിറങ്ങുന്നത് അവിടുത്തെ വെളിച്ചത്തിൽ അവർ വ്യക്തമായി കണ്ടു. പേരാമ്പ്ര CI, കൂരച്ചുണ്ട് SI, പിന്നെ 6 പോലീസുകാർ. ദാദിലെ, കൂട്ടുകാരിൽ ഒരാൾ മന്ത്രിച്ചു. ഇവരുടെ ഈ വരവ് പന്തിയല്ല കേട്ടോ. അവൻ മറുപടി നൽകും മുമ്പ് പോലീസ് സംഘം ഏറുമാടത്തിലേക്ക് ചാടിക്കയറി വന്നു. ഏറുമാടം ഊഞ്ഞാൽ പോലെ ഉലഞ്ഞു. ദാദിലിനും സുഹൃത്തുക്കൾക്കും ആയുധങ്ങൾ വലിച്ചെറിയാനുള്ള നേരം കിട്ടിയില്ല. എന്താണ് രാത്രിയിൽ ഇതൊക്കെയായിട്ട്? കൊട്ടേഷൻ വർക്കാണോ? പേരാമ്പ്ര CI ഇർഫാൻ മുഹമ്മദ് ദാദിലിന്റെ മുഖത്തേക്കും കയ്യിലിരുന്ന വാളിലേക്കും സൂക്ഷിച്ചു നോക്കി. അല്ല സാർ. CIയുടെ മുഖഭാവത്തിന്റെ മുന്നിൽ അവന്റെ ശബ്ദം പതറി. മറ്റുള്ളവർ പെട്ടെന്ന് ആയുധങ്ങൾ താഴേക്കിട്ടു. ട്രീ ഹൗസിന് താഴെ അവാക്കി വീണു കിലുങ്ങി. പിന്നെ എന്തിനാടാ ഇത്? ഊത്ത പിടിക്കാൻ പോവുകയാണോ നീയൊക്കെ? ഇർഫാൻ മുഹമ്മദിന്റെ ശബ്ദത്തിന് കട്ടി കൂടി. അവിടെ മൺകുടിലിൽ ഉണ്ടായിരുന്നവർ പോലും വാതിൽ തുറന്ന് പുറത്തിറങ്ങി നോക്കി. ദാദിൽ ആരാടാ? CIയുടെ കണ്ണുകൾ ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി പതിഞ്ഞു. സാർ, ഞാനാണ്. അവൻ നാവനക്കി. ഞാൻ ചെറുകണ്ടം ദിനേശന്റെ മകനാണ്. അതിന് ഞാനെന്ത് വേണം? ഈ പറഞ്ഞ ചെറുകണ്ടം ദിനേശൻ ആരാടാ? MLAയോ അതോ മന്ത്രിയോ DGPയോ? ഇർഫാൻ മുഹമ്മദ് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഏറുമാടത്തിലേക്ക് നടത്തി. വാൾ ബലമായി വാങ്ങി പിന്നിൽ നിന്നിരുന്ന SI രാജസേനന്റെ കയ്യിലേക്ക് കൊടുത്തു. എല്ലാ അവന്മാരും കേരട അകത്തേക്ക്, CI കൽപ്പിച്ചു. ഈ CI പുതിയ ആളാണെന്ന് ദാദിൽ ഓർത്തു. പഴയ CI തന്റെ സുഹൃത്തായിരുന്നു. സാർ, എൻ്റെ ഗസ്റ്റുകൾ നോക്കി നിൽക്കുന്നു, നാറ്റിക്കരുത്. ദാദിൽ ഒച്ച താഴ്ത്തി. സാറ് എന്ത് ചോദിച്ചാലും എൻ്റെ അച്ഛൻ തരും. ഓഹോ, എങ്കിൽ അകത്തിരുന്ന് നമുക്ക് വിശദമായി സംസാരിക്കാം. അയാൾ പരിഹസിച്ചതാണോ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന് ദാദിലിന് ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായില്ല. ദാദിലും സംഘവും ഏറുമാടത്തിനുള്ളിൽ കടന്നതും CI പിടിവിട്ടു. പിന്നെ അവിടെ ആകമാനം ഒന്ന് നോക്കി. SIയും അകത്ത് കയറി. പോലീസുകാർ വാതിൽക്കൽ നിന്നു. മരത്തിന് മുകളിലാണെങ്കിലും വലിയ സെറ്റപ്പാണല്ലോടാ. ഇർഫാൻ മുഹമ്മദ് അത്ഭുതം ഭാവിച്ചു. ദാദിൽ ഒന്ന് ചിരിച്ചു. സാറിന് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം. ഓ, അങ്ങനെ. CI തലയാട്ടി. വല്ല കഴിവണ്ട മോളുമാരെയും കൊണ്ട് ഞാനിവിടെ വരണം. എന്നിട്ട് നിന്റെ സദ്യയുണ്ട് ഇവിടെ കഴിയണം. എന്നിട്ട് നീ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കണം, അല്ലേടാ? പിന്നെ CI വിളിച്ചത് ഒരു പുഴുത്ത തെറിയാണ്. രക്തം ഉൾവലിഞ്ഞതുപോലെ ദാദിലിന്റെ മുഖം വിളറി. എന്നാൽ പൊടുന്നനെ അവന്റെ ഭാവം മാറി. സാർ, കുറച്ചുകൂടി മാന്യമായിട്ട് എന്നോട് ഇടപെടണം. എൻ്റെ റിസോർട്ടിൽ വെച്ച് എൻ്റെ കയ്യിലൊരു വാൾ കണ്ടെന്ന് കരുതി എന്നെ എന്ത് ചെയ്തു നിങ്ങൾ? അവൻ പെട്ടെന്ന് ഫോണെടുത്ത് ആരെയെ വിളിക്കാൻ ഭാവിച്ചു. പെട്ടെന്ന് CI അത് പിടിച്ചു വാങ്ങി. വിളിക്കേണ്ടവരെ ആവശ്യമുള്ള സമയത്ത് ഞാൻ വിളിച്ചോളാമടാ. നിന്നെ ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട്. അയാൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോട്ടം കുത്തി നിർത്തി. എങ്കിൽ നിങ്ങളങ്ങ് ചെയ്യ്. ദാദിൽ രോഷത്തോടെ മുരണ്ടു. ആ ക്ഷണം ഇർഫാൻ മുഹമ്മദിന്റെ കനത്ത കൈത്തല അവൻ്റെ കവളിൽ ആഞ്ഞു പതിഞ്ഞു. സുഹൃത്തുക്കൾ കിടങ്ങി. മിണ്ടരുത്, കേട്ടല്ലോ? അയാൾ കൈ ചൂണ്ടി. ഓൺ ചെയ്യടാ നിന്റെ കമ്പ്യൂട്ടർ. ദാദിൽ അനുസരിച്ചു. ഇനി നിന്റെ മെയിലും ഫേസ്ബുക്കും എടുക്ക്. സന്ദേഹത്തോടെ ദാദിൽ അവ ഓപ്പൺ ചെയ്തു. ഇനി നോക്കടാ. അവയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സംഗതികൾ കണ്ട് അടിമുടി വിറച്ചുപോയി ദാദിൽ. ഗുണ്ടകളുടെ ചിത്രങ്ങളും അടിക്കുറിപ്പും, മുഖ്യമന്ത്രിക്കുള്ള ഭീഷണി സന്ദേശം. ദാദിലിന്റെ ഞരമ്പുകൾ വലിഞ്ഞു. ഋഷികേശ് കക്കയ ഡാമിൽ വെച്ച് തൻ്റെ സെൽഫോണിലൂടെ അവനാണിത് ചെയ്തത്. സാർ, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, അവൻ വീറോടെ പറഞ്ഞു. പിന്നെ നിന്റെ മെയിൽ ID വഴി മറ്റാര് ചെയ്യാനാടാ? ഇർഫാൻ മുഹമ്മദിന്റെ ദൃഷ്ടികൾ കുറുകി. ഉത്തരം നൽകുവാൻ ദാദിലൊന്ന് മടിച്ചു. കാരണം ഋഷികേശാണിതെന്ന് പിന്നിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണവും ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ തൻ്റെ പേരിൽ സ്ത്രീപീഡന കേസും ഉണ്ടാകും. ദാദിലിനെ ഞെട്ടിച്ചുകൊണ്ട് CI വീണ്ടും ഒച്ചയുയർത്തി. ഞാൻ ഈ നാട്ടിൽ എത്തിയ ദിവസം മുതൽ കേൾക്കുന്ന പേരാണ് നിൻ്റേത്. നീ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ കാട്ടി മാന്യമായി ജീവിക്കുന്നവരെ ഭീഷണിപ്പെടുത്തും. പരസ്യം ചെയ്ത് കൊട്ടേഷൻ വർക്ക് ഏറ്റെടുക്കും. മുഖ്യമന്ത്രിയെ കൊല്ലും. പോലീസ് സ്റ്റേഷന് ബോംബ് വയ്ക്കും, അല്ലേടാ? സാർ, ദാദിലിന്റെ ഉമിനീർ പറ്റി. ചോര വാർന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു അവൻ്റെ സുഹൃത്തുക്കളും. ആ ഫോട്ടോയിൽ കാണുന്ന ഗുണ്ടകൾ ഇപ്പോൾ എവിടെയുണ്ടടാ? CI അവനിലേക്ക് അല്പം കൂടി നീങ്ങി നിന്നു. എനിക്കറിയില്ല സാർ. അവൻ്റെ തല കുനിഞ്ഞു. എങ്കിൽ ഞാൻ പറയിക്കാം. പറഞ്ഞതും ഇർഫാൻ മുഹമ്മദ് അവൻ്റെ പൊക്കിളും ഷർട്ടും ചേർത്ത് ഒറ്റപ്പിടുത്തം. അയ്യോ, വേദന കൊണ്ട് ദാദിലൊന്ന് പൊളഞ്ഞു. ഞാൻ പറയാം സാർ. എങ്കിൽ പറഞ്ഞോ. അവരെന്ത് ചെയ്യേ? കോഴിക്കോടുണ്ട് സാർ, മെഡിക്കൽ കോളേജിൽ. CI SIക്കും പോലീസുകാർക്കും നേരെ തിരിഞ്ഞു. ഇവിടെ വരെ വന്നതല്ലേ, എല്ലാം ഒന്ന് അരിച്ചു പെറുക്ക്. സാർ. പോലീസുകാർ ഏറുമാടം മുഴുവൻ തിരിഞ്ഞു. ഒന്നും കിട്ടിയില്ല. ഒരു പഴയ മോഡൽ TV ഡൈനിങ് ഏരിയയിൽ ഇരിക്കുന്നത് കണ്ടു. ഒരു കോൺസ്റ്റബിൾ വെറുതെ അതൊന്ന് ഉയർത്താൻ ശ്രമിച്ചു. ഭയങ്കര ഭാരം. സാർ, ഇതിനുള്ളിൽ എന്തോ ഉണ്ട്, പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു. തുറന്നു നോക്ക്. CIയുടെ കൽപ്പന. സാർ, അതെൻ്റെ പഴയ TV ആണ്, നശിപ്പിക്കരുത്. ദാദിൻ്റെ ശബ്ദത്തിൽ യാചനയുടെ ഭാവം ഇർഫാൻ മുഹമ്മദ് തിരിച്ചറിഞ്ഞു. പഴയതല്ലേ, പോട്ടടാ. ഒരുപാട് സ്ഥലം വേസ്റ്റാക്കുന്നതായത്. പറഞ്ഞുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് രാജസേനൻ അത് തുറന്നു.
ദാദിലിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ കൺമിഴിച്ചു. പുതിയ 2000 രൂപയുടെ നോട്ട് കെട്ടുകൾ. SI രാജസേനൻ TV പലകത്തട്ടിലേക്ക് മറിച്ചു. എന്നിട്ട് കെട്ടുകൾ എണ്ണി നോക്കി. 100 കെട്ടുകൾ, 2 കോടി രൂപ. ഇർഫാൻ മുഹമ്മദിൻ്റെ കണ്ണുകളിൽ പരിഹാസം മിന്നി. ഇവിടെ പാവങ്ങൾ ആഴ്ചയിൽ 24,000 രൂപയ്ക്ക് ഭിക്ഷക്കാരെ പോലെ നിൽക്കുമ്പോൾ നിനക്ക് എങ്ങനെയാടാ ഇത്രയധികം പണം കിട്ടിയത്? ദാദിൽ മറുപടി പറഞ്ഞില്ല. SI രാജസേനൻ ഒരു കെട്ട് നോട്ടെടുത്ത് തിരിച്ചു മറിച്ചു നോക്കി. പിന്നെ അതിൽ നിന്ന് ഒരു നോട്ട് വലിച്ചൂരി ലൈറ്റിന് നേർക്ക് പിടിച്ചു. സാർ, റിസർവ് ബാങ്കിൻ്റെ കമ്മട്ടം ഇവൻ സ്വന്തമായി ഉപയോഗിച്ചുണ്ടാക്കിയതായത്. കള്ളനോട്ട്. ഇർഫാൻ മുഹമ്മദിൻ്റെ കണ്ണുകൾ കത്തി. അയാൾ ദാദിലിൻ്റെ കാതടക്കം 2 കൈകളും ചേർത്ത് ആഞ്ഞൊന്നു കൊടുത്തു. ദാദിലിൻ്റെ കണ്ണുകളിൽ ഇരുൾ തിങ്ങി. കാതുകളിൽ നിശബ്ദത മാത്രം. ഏറുമാടത്തിന് താഴെ ചില വാഹനങ്ങൾ കൂടി ബ്രേക്കിട്ടു. പോലീസുകാർ എത്തിനോക്കി. മീഡിയക്കാർ. പിറ്റേന്ന് പ്രഭാതം. പച്ചക്കാട്ടിൽ വാസുദേവ പണിക്കരുടെ വീട്. TV-യിൽ ദൃശ്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ദാദിലിൻ്റെയും സുഹൃത്തുക്കളുടെയും അറസ്റ്റ്. കള്ളനോട്ട് പിടിച്ചെടുത്തത്. അങ്ങനെ ഇനി കുറച്ചു കാലത്തേക്ക് ദാദിലിൻ്റെ ശല്യം ഉണ്ടാവില്ല. TV-യിൽ നിന്ന് കണ്ണെടുക്കാതെ ധനുഷ് പറഞ്ഞു. അവൻ്റെ അരികിൽ പണിക്കരും കുസുമവും പ്രത്യക്ഷയും ഉണ്ടായിരുന്നു. ഋഷികേശും കാവേരിയും ദക്ഷിണയും മറ്റും തങ്ങളുടെ വീട്ടിൽ പ്രഫുല്ലകുമാറിന് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ പായ്ക്ക് ചെയ്യുകയാണ്. എപ്പോഴായാലും ദാദിൽ പുറത്തിറങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? കുസുമത്തിന് സംശയം. അത് അപ്പോഴല്ല ആൻറ്റി, നമുക്ക് വേണ്ടത് ചെയ്യാം. ധനുഷ് ചിരിച്ചു. പിന്നെ എഴുന്നേറ്റു. ഞാനിനി വീട്ടിലേക്ക് ചെല്ലട്ടെ. എത്രയൊക്കെ പറഞ്ഞിട്ടും അങ്കിളിന് ഇന്ന് തന്നെ പോകണമെന്ന് വാശി. ധനുഷ് പ്രത്യക്ഷയെയും ഒന്ന് നോക്കി. അവൾ തലയാട്ടി. ധനുഷിൻ്റെയൊപ്പം വാസുദേവ പണിക്കരും മുറ്റത്തേക്ക് വന്നു. അവരുടെ അടുത്ത് വെച്ച് ഞാൻ ചോദിച്ചില്ലെന്നേയുള്ളൂ. ധനുഷേ, ആ ഭീഷണി മെയിൽ ചെയ്തത് നിങ്ങളാണെന്നോ മറ്റോ ദാദിൽ പറയുമോ? പറഞ്ഞാൽ അവന് പലതും പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് അവൻ മിണ്ടത്തില്ല. ധനുഷ് 4 അടി നടന്നതേയുള്ളൂ. ആ നിമിഷം ഗേറ്റ് കടന്ന് ഒരു C-ക്ലാസ് ബെൻസ് കാർ മുറ്റത്തേക്ക് പാഞ്ഞു കയറി. വാസുദേവ പണിക്കരുടെ തൊട്ടുമുന്നിൽ ബ്രേക്കിട്ടു. ധനുഷ് നിന്നു. അകത്തുനിന്ന് കുസുമാവ് പ്രത്യക്ഷയും സിറ്റൗട്ടിലേക്ക് എത്തി. എല്ലാവരും അമ്പരപ്പോടെ കാറിലേക്ക് നോക്കി. ആ കറുത്ത കാറിൻ്റെ പിന്നിലെ ഡോർ തുറക്കപ്പെട്ടു. ആദ്യം പുറത്തേക്ക് നീണ്ടത് ഹാഫ് ഷൂസ് അണിഞ്ഞ കാലുകളാണ്. പിന്നെ ഡോറിന് മുകളിൽ 4 വിരലുകളിൽ മോതിരം അണിഞ്ഞ തടിച്ച കൈപ്പത്തി അമർന്നു. ശേഷം ഒരു ആജാനുബാഹുവിൻ്റെ രൂപം. വില കൂടിയ ഖദർ മുണ്ടോ ഷർട്ടും വേഷം. പണിക്കരിൽ ഒരു ഞെട്ടൽ പടർന്നു. ചെറുകണ്ടൻ ദിനേശൻ. അയാൾ പിറുപിറുക്കുന്നത് ധനുഷ് കേട്ടു. ഈ പേര് കഴിഞ്ഞ ദിവസം പണിക്കർ സാറിൻ്റെ നാവിൽ നിന്ന് തന്നെ കേട്ടത് അവൻ ഓർത്തു. ദാദിലിൻ്റെ കോടീശ്വരനായ അച്ഛൻ. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും പതറിപ്പോകുന്ന ഭാവം. വട്ടക്കണ്ണുകൾ, നരവീണ തടിച്ച മീശയും മുടിയും. പണിക്കർ പെട്ടെന്ന് വിനയാന്വിതനായി. മുതലാളി, ഈ വീട്ടിലേക്ക്? അതേടോ പണിക്കരെ, താൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണല്ലോ. എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ പവറുള്ള ആൾ. തൻ്റെയൊക്കെ ഒരു സൗഹൃദം ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് എന്നും ഗുണകരമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാ ഞാൻ. ദിനേശിൻ്റെ വാക്കുകളിൽ പുച്ഛവും പരിഹാസവും തിങ്ങി. അത് പണിക്കർ തിരിച്ചറിഞ്ഞു. ദിനേശ് മുതലാളി. പണിക്കർ ബാക്കി പറയാൻ സമ്മതിച്ചില്ല ദിനേശൻ. വേണ്ട. അയാൾ കൈ ഉയർത്തി. താൻ ഇനി ഒറ്റയക്ഷരം മിണ്ടണ്ട. വന്ന കാര്യം പറഞ്ഞേച്ച് പോവുകയാണ് ഞാൻ. ചില 3-ാം കിട സിനിമകളിലേതുപോലെ വീട് കയറി വെട്ടിക്കൊല്ലാനൊന്നും ഞാനില്ല. അതെൻ്റെ രീതിയല്ല. ആ ശബ്ദത്തിൽ നിന്ന് തന്നെ ധനുഷ് ആപത്ത് തിരിച്ചറിഞ്ഞു. ദിനേശിൻ്റെ കണ്ണുകൾ അവൻ്റെ മേലേക്ക് വീണു. ഏതാ പണിക്കരേവൻ? അപ്പുറത്തെ പുതിയ താമസക്കാരുടെ. അപ്പോഴേക്കും ദിനേശിൻ്റെ ശബ്ദം പണിക്കരുടെ ശബ്ദത്തെ ഖണ്ഡിച്ചു. ഓ, ആ 2 പേരിൽ ഒരുത്തൻ. ശ്രദ്ധിച്ചു മണത്തു നോക്കിയാൽ ഇപ്പോഴും ഉരമരുന്ന് മണക്കുന്നവൻ. കൊള്ളാം. ആയുസെത്താതെ ഒടുങ്ങാൻ വെമ്പുന്ന ചാവേറ്. ദിനേശൻ തലയാട്ടി ആസ്വദിക്കുന്ന പോലെ പുഞ്ചിരിച്ചു. പ്രത്യക്ഷ പേടിയോടെ അവനെയും ദിനേശനെയും മാറി മാറി നോക്കി. എന്നാൽ നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ധനുഷിന് പെരുത്തു കയറി. എടാ, ദിനേശിൻ്റെ കണ്ണുകൾ കത്തി. നീ ആരെ കയറിയാണ് ചൊറിഞ്ഞതെന്ന് അറിയാമോ? ദിനേശിൻ്റെ മകനെ. ഈ ചെറുക്കണ്ട ദിനേശൻ ആരാണെന്ന് നിനക്കറിയാമോ? അയാൾ തൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് തിരക്കി. ഇല്ല. ധനുഷ് പതറിയില്ല. ഞങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു പേര് പഠിച്ചിട്ടില്ല. ദിനേശിൻ്റെ കോപം ഇരട്ടിച്ചു. എങ്കിൽ നീ കേൾക്കാൻ പോകുന്നതേയുള്ളൂ. ഞാൻ പഠിപ്പിക്കാനും. നീയൊക്കെ കാരണം എൻ്റെ മകനിപ്പോൾ റിമാൻഡിലാണ്. അവൻ്റെ മെയിൽ ID വഴി അങ്ങനെയൊക്കെ എഴുതി അവനെ കുരുക്കിയത് നിങ്ങളാണെന്ന് പോലീസിന് മുന്നിലും കോടതിയിലും എത്രയും വേഗം ഏറ്റു പറഞ്ഞോണം. എൻ്റെ ചെറുക്കനെ പുറത്തിറക്കിക്കോണം. അല്ലെങ്കിൽ പിന്നെ നിനക്കൊക്കെ ഇവിടുന്ന് പരലോകത്തേക്കൊക്കെ ആയിരിക്കും യാത്ര. ഓർത്താൽ നന്ന്. ധനുഷ് കുസുമത്തിനും പ്രത്യക്ഷയ്ക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾ അകത്തേക്ക് പോയിക്കോ. ഞങ്ങൾ പുരുഷന്മാർക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. വാസുദേവ പണിക്കരെ ഒന്ന് നോക്കിയിട്ട് അവരിരുവരും അകത്തേക്ക് മറഞ്ഞു. ധനുഷ് ദിനേശിന് നേരെ 2 അടി നീങ്ങി നിന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞേക്കും ചെറിയ വായിൽ വലിയ വർത്താനമാണെന്ന്. നിങ്ങളെപ്പോലെ ഒരാളോട് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ലെന്ന്. ഒക്കെ ശരിയായിരിക്കും മിസ്റ്റർ ചെറുകണ്ടം. പക്ഷേ ഒന്നുണ്ട്. എൻ്റെയും തൻ്റെയും ഒക്കെ പ്രാണൻ തന്നെ അങ്ങ് തീർത്തേക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ പ്രായത്തിൻ്റെയും പിൻബലത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല ശാനെ. തുരുമ്പെടുത്ത ഒരു പച്ചിരുമ്പ് മതി. പക്ഷേ നിങ്ങളെ വെല്ലുവിളിക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്കിപ്പോഴും തോന്നുന്നില്ല. കാരണം പ്രായത്തിനനുസരിച്ചുള്ള വിവേകം നിങ്ങൾക്കുണ്ടെങ്കിൽ അന്വേഷിക്കണം, അറിയണം സത്യം എന്താണെന്ന്.
അവൻ്റെ ശബ്ദത്തിന് കടുപ്പവും വേഗവുമേറി. സ്വന്തം മകനെ വിത്ത് കാളയെ പോലെ അഴിച്ചുവിട്ടപ്പോൾ ചിന്തിക്കാതിരുന്ന നിങ്ങൾക്ക് ഇത് തിരിച്ചറിവിനുള്ള നേരമാണ്. പഠിക്കേണ്ട പ്രായത്തിൽ അവൻ എടുത്തത് കൊലക്കത്തി, കളിക്കാൻ കള്ളനോട്ടുകൾ. ഇതിനൊക്കെ കാരണക്കാർ ഇന്നലെ വന്ന ഞങ്ങളോ ഈ നിൽക്കുന്ന പണിക്കർ സാറോ? നിർത്തടാ, പരിസരം മറന്ന അയാൾ അലറി. ആ ശബ്ദം ധനുഷിൻ്റെയും മറ്റും വാടക വീട്ടിൽ വരെ കേട്ടു. കാവേരിയും ഋഷികേശും പ്രഫുല്ലകുമാറും ദക്ഷിണയും കാര്യമറിയാതെ ഓടി വന്നു. കുസുമവും പ്രത്യക്ഷയും വാതിൽക്കൽ തലനീട്ടി. വാസുദേവ പണിക്കർ ഇടയ്ക്ക് കയറി പറഞ്ഞു, ദിനേശ മുതലാളി, എൻ്റെ ഭാഗത്തു നിന്നല്ല ഒന്നും തുടങ്ങി വെച്ചത്. ദാതിൽ തന്നെയാ. അളമുട്ടിയാൽ ചേരയും തിരിഞ്ഞു കടിക്കുമെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് അനിഷ്ടം തോന്നരുത്, ഇനി ദ്രോഹിക്കരുത്. ഇതെൻ്റെ അപേക്ഷയാ. ദിനേശൻ പല്ലിളിച്ചു. ഇനി ദ്രോഹം മാത്രമേ ഉണ്ടാകൂ പണിക്കരെ. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് തനിക്കിന്ന് ഞാനൊരു നിർദ്ദേശം തരികയാണ്. നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് താൻ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ പുറത്താക്കും. ദിനേശൻ മീശത്തും പോന്ന് പിരിച്ചു. അയാളുടെ നോട്ടം പ്രതീക്ഷയിൽ തറഞ്ഞു. എല്ലാത്തിനും കാരണക്കാരിയായ അവളുണ്ടല്ലോ, തൻ്റെ ഏകമകൾ, അവളെ അങ്ങ് മറന്നേക്കണം. ഇതൊരു ഭീഷണിയല്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രം. എല്ലാം കണ്ടും കേട്ടു പകച്ചു നിൽക്കുകയായിരുന്നു കാവേരി. ദിനേശിൻ്റെ കണ്ണുകൾ അവരെയും അടിമുടി ഒഴിഞ്ഞു, ഋഷികേശിനെയും. നിങ്ങളാണ് ഇവരുടെ തള്ള അല്ലേ? കഷ്ടം. താക്കീത് ഭാവത്തിൽ പണിക്കരെ ഒന്നുകൂടി നോക്കിയിട്ട് അയാൾ തിരിഞ്ഞു നടന്നു. കാറിൻ്റെ ഡോർ തുറന്ന് അകത്തേക്കൊരു കാൽ വെച്ചുകൊണ്ട് തിരിഞ്ഞു. അപ്പോൾ നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ്, അല്ലെങ്കിൽ 5:30 ഞാനിവിടെ ഉണ്ടാവും. അയാൾ ഡോർ വലിച്ചടച്ചു. പണിക്കർക്ക് അവശത തോന്നി. കുറച്ച് വെള്ളം കൊണ്ടുപോവാ കുസുമ, അയാൾ ഭാര്യയോട് പറഞ്ഞു. അവർ ഓടിപ്പോയി ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. അത് വാങ്ങി ഒറ്റ വലിക്ക് പണിക്കർ അകത്താക്കി. എന്നിട്ട് സിറ്റൗട്ടിൽ കയറിയിരുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രഫുല്ലകുമാർ യാത്രയായി. കോഴിക്കോട് വരെ ധനുഷും ഋഷികേശും ഒപ്പം പോയി. അവർ വെളിയത്ത് നിന്ന് കോഴിക്കോടിന് വന്ന അതേ ഇന്നോവ കാറിൽ തന്നെയായിരുന്നു യാത്ര. മടങ്ങിപ്പോരുമ്പോഴാണ് ഡ്രൈവറെ അവർ കൂടുതൽ പരിചയപ്പെട്ടത്. കക്കയം സ്വദേശി തന്നെയാണ് അയാൾ. പേര് രാമചന്ദ്രൻ. ഇനിയും ഞങ്ങൾക്ക് ചേട്ടൻ്റെ സഹായം വേണ്ടി വന്നേക്കും, ചിരിയോടെ ഋഷികേശ് പറഞ്ഞു. തീർച്ചയായും, രാമചന്ദ്രനും ചിരിച്ചു. എനിക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ ഒരുപാട് സഹായിച്ചതാണ് പ്രഫുല്ലകുമാർ സാറ്. ഞാനും ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കാതിരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ടായപ്പോൾ മടങ്ങിപ്പോന്നതാ. ഈ വണ്ടി വാങ്ങാൻ പോലും സാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. നാട്ടിലുണ്ടായ പ്രശ്നം എന്തെന്നൊന്നും രാമചന്ദ്രൻ പറഞ്ഞില്ല. വണ്ടി ബാലുശ്ശേരിയിലെത്തി. ആ കാണുന്നത് ചെറുക്കണ്ട ദിനേശൻ്റെ ചിട്ടി ഫണ്ട. രാമചന്ദ്രൻ ഒരു വലിയ കെട്ടിടത്തിന് നേർക്ക് കഴിച്ചുകൊണ്ടി. കുട്ടികൾ കണ്ടു. സിനിമാ തിയേറ്ററിൻ്റെ മുൻഭാഗം പോലെ തോന്നിക്കുന്ന ഒരു കെട്ടിടം. ഈ ദിനേശൻ്റെ ഡ്രൈവറുടെ വീട് ചേട്ടനറിയുമോ? ധനുഷ് പെട്ടെന്ന് തിരക്കി. അറിയാം. എന്താ ആവശ്യം വരും? അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഇന്നോവ കൂരാച്ചുണ്ടിലെത്തി. ഓരോ വെള്ളം കുടിച്ചാലോ? ഋഷികേശ് ചോദിച്ചു. ആവാം. ഒരു കൂൾ ബാറിന് മുന്നിൽ രാമചന്ദ്രൻ വണ്ടി ഒതുക്കി. അവർ ഇറങ്ങി സോഡാ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് മടങ്ങി വന്ന് കാറിലേക്ക് കയറാൻ ആഞ്ഞതും തൊട്ടരികിൽ പോലീസിൻ്റെ തൂവെള്ളം ബൊലീറോ ബ്രേക്ക് ഇട്ടു. മൂവരും ഒന്ന് തിരിഞ്ഞു. കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് CI ഇർഫാൻ മുഹമ്മദ് ചാടിയിറങ്ങി. അയാൾ ധനുഷിനെയും ഋഷികേശിനെയും മാറി മാറി നോക്കി. ധനുഷ്, ഋഷികേശ് അല്ലേ? അതെ സാർ, പറഞ്ഞത് ഋഷികേശാണ്. 2 പേരും കയറ് വണ്ടിയിലേക്ക്. അയാൾ പോലീസ് വാഹനത്തിന് നേർക്ക് കഴിച്ചുകൊണ്ടി. അപ്പോഴേക്കും 2 പോലീസുകാരും അവരുടെ പിന്നിലെത്തി. എന്തിനാണ് സാർ? സംശയത്തോടെ ധനുഷ് ചുണ്ടനക്കി. നിങ്ങളൊന്ന് സൽക്കരിക്കാൻ. എന്താ, സൽക്കാരം ഇഷ്ടമല്ലേ? അതെ. എങ്കിൽ കയറിക്കോ. ഇർഫാൻ മുഹമ്മദ് മീശത്തുമ്പ് മുകളിലേക്ക് ഒന്ന് തള്ളി വെച്ചു. ബാലുശ്ശേരി അടക്കി വാഴുന്ന ചെറുക്കണ്ട ദിനേശിനെ വെല്ലുവിളിച്ചിരിക്കുകയല്ലേ നിങ്ങൾ? അപ്പോൾ പിന്നെ പോലീസിന് ഇടപെടാതിരിക്കാനാവുമോടാ? കുട്ടികൾക്ക് മനസ്സിലായി ദിനേശൻ കളി തുടങ്ങിയിരിക്കുന്നു. ധനുഷ് രാമചന്ദ്രന് നേരെ തിരിഞ്ഞു. എന്നാൽ ചേട്ടൻ പോയിക്കോ. ആ ബുദ്ധി വേണ്ടടാ. അയാൾ പോയി നിന്നെയൊക്കെ ഇറക്കാൻ ആളെയും കൂട്ടി വരണം അല്ലേ? CI രാമചന്ദ്രനോട് നിർദ്ദേശിച്ചു. താൻ ഈ വണ്ടിയിൽ പോലീസ് വണ്ടിക്ക് പിന്നാലെ പോരെ. എന്നാൽ അതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൂടാ. രാമചന്ദ്രൻ നിസ്സഹായതയോടെ തലയാട്ടി. പോലീസുകാർ കുട്ടികളെ ബൊയറയിൽ കയറ്റി. ഒപ്പം അവരും കയറി. മുന്നിൽ CIയും കയറി. വാഹനങ്ങൾ രണ്ടും നീങ്ങി. സമീപത്തെ കടത്തിണ്ണകളിൽ ആളുകൾ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പേരാമ്പ്ര CIയുടെ ഓഫീസ് മുറ്റത്ത് ബൊലീറോ നിന്നു. ഇറങ്ങി വരീൻ, ധനുഷിനോടും ഋഷികേശിനോടും പറഞ്ഞിട്ട് ഇർഫാൻ മുഹമ്മദ് ആദ്യം ഡോർ തുറന്നു. താൻ ഇവിടെ തന്നെ കാണണം. രാമചന്ദ്രനും അയാൾ നിർദ്ദേശം നൽകി. എന്നിട്ട് കുട്ടികളെയും കൂട്ടി അകത്തേക്ക് പോയി. വാസുദേവ പണിക്കരെ എത്രയും വേഗം വിവരമറിയിക്കണമെന്ന് രാമചന്ദ്രന് തോന്നി. അല്ലെങ്കിൽ ധനുഷും ഋഷികേശും കുടുങ്ങും. പക്ഷേ തൻ്റെ ഫോൺ ഉപയോഗിക്കാനും പാടില്ല. പെട്ടെന്ന് ഇന്നോവയ്ക്ക് പിന്നിൽ കറുത്ത ബെൻസ് കാർ ബ്രേക്കിട്ടു. രാമചന്ദ്രൻ കണ്ടു ചെറുകണ്ടം ദിനേശൻ. അയാളും അകത്തേക്ക് പോയി. CI ഇർഫാൻ മുഹമ്മദ് ഹാഫ് ഡോർ തുറന്ന് അകത്തേക്ക് കാൽ വെച്ചു. കയറി വരണടാ. അല്പം തിരിഞ്ഞ് ധനുഷിനോട് ഋഷികേശിനോടും പറഞ്ഞു. പരസ്പരം ഒന്ന് നോക്കിയിട്ട് സങ്കോചത്തോടെ അവർ അകത്തേക്ക് കയറി. ഒപ്പം വന്ന പോലീസുകാർ പിൻവാങ്ങി. അങ്ങോട്ട് നീങ്ങി നിൽക്ക്, CI കുട്ടികളോട് നിർദ്ദേശിച്ചു. അവർ ഷെൽഫിനരിയിലേക്ക് നീങ്ങി നിന്നു. അവ്യക്തമായ ഒരു ഭീതി അവരെ വലയം ചെയ്തു. ഇർഫാൻ മുഹമ്മദ് തൻ്റെ ചെയറിൽ അമർന്നു. ആ നിമിഷമാണ് ഹാഫ് ഡോർ വലിച്ചു തുറന്ന് ചെറുകണ്ട ദിനേശൻ കടന്നു വന്നത്. ഒരു നിമിഷം അയാളുടെ കണ്ണുകൾ കുട്ടികളിൽ പതിഞ്ഞു. പിന്നെ രോഷത്തോടെ അയാൾ കസേര വലിച്ചിട്ടിരുന്നു.
സാർ ഇപ്പോഴും ഇങ്ങോട്ട്? CI അത്ഭുതം ഭാവിച്ചു. നിങ്ങൾ ഇവന്മാരെ പിടിച്ചുകൊണ്ട് പോന്നു എന്നറിഞ്ഞിട്ട്. കണ്ടില്ലേ ഇവൻ്റെയൊക്കെ നിൽപ്പ്, കൂസലില്ലാതെ. ഇർഫാൻ മുഹമ്മദ് ചിരിച്ചു. താങ്കൾ പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇവനെയൊക്കെ പൊക്കണമെന്ന്. പക്ഷേ ഇവർ അത്ര വലിയ കുഴപ്പക്കാരാണെന്ന് തോന്നുന്നില്ലല്ലോ. CI കുട്ടികളെ നോക്കി. അതൊക്കെ ഇവന്മാരുടെ അടവാ, കാഞ്ഞ പുള്ളികളാണെന്നേ. എൻ്റെ മകന് പകരം ഇവനെയൊക്കെയാണ് അകത്ത് കിടക്കേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചു നോക്ക്, ഇവന്മാർ പറയും എല്ലാ സത്യങ്ങളും. ദിനേശൻ കടപ്പല്ലമർത്തി. ഇർഫാൻ മുഹമ്മദ് പെട്ടെന്ന് എഴുന്നേറ്റ് മേശയുടെ വക്കിലേക്ക് കയറിയിരുന്നു. ഇങ്ങോട്ട് നീങ്ങി നിൽക്കണടാ. ധനുഷ് ഋഷികേശൻ നീങ്ങി നിന്നു. ഇദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണോടാ? അല്ല, പറഞ്ഞത് ധനുഷാണ്. അല്ലേ? അലർച്ച പോലെ ഒരു ചോദ്യവും തറയിൽ ഷൂസ് കൊണ്ട് ആഞ്ഞൊരു ചവിട്ടും. പോലീസ് സ്റ്റേഷൻ നടുങ്ങി. ദിനേശൻ പോലും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. പക്ഷേ ധനുഷ് ഋഷികേശൻ പതറിയില്ല. പോലീസുകാരുടെ സ്ഥിരം വരട്ടലുകളൊക്കെ അവർ എത്ര തവണ കണ്ടിരിക്കുന്നു. കണ്ടോ ഇൻസ്പെക്ടർ, ഇവന്മാർക്ക് യാതൊരു കൂസലുമില്ല. ദിനേശൻ എരികേറ്റി. നോക്ക്. കുട്ടികൾക്ക് നേരെ ഇർഫാൻ മുഹമ്മദ് കെയിൻ ചൂണ്ടി. സത്യം പറഞ്ഞില്ലെങ്കിൽ രണ്ടും ഈ മുറിയിൽ നിന്ന് നടന്ന് പുറത്തേക്ക് പോകില്ല. അല്ലെങ്കിൽ തന്നെ പ്രതികളെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊരു പേരുദോഷം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് വരേണ്ടി വന്നതും. CI മീശ പിരിച്ച് കണ്ണുരുട്ടി. കുട്ടികൾ തലകുനിച്ചു. ഇർഫാൻ മുഹമ്മദ് തുടർന്നു. എൻ്റെ സ്വഭാവം മാറ്റിച്ചാൽ അതിൻ്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാ. വാ തുറന്ന് പറയുന്നടാ. ദാദിലാണോ നിങ്ങളാണോ തെറ്റുകാരെ? ദാദിൽ. ഋഷികേശ് നാവനക്കി. എടാ. പെട്ടെന്ന് ദിനേശൻ മുന്നോട്ടാഞ്ഞു. വേണ്ട സാർ. CI അയാളെ തടഞ്ഞു. നിങ്ങൾ ഇവരെ കൈവച്ചാൽ വകുപ്പ് മാറും. ഞാൻ പറയിച്ചോളാം, പറയിക്കേണ്ട രൂപത്തിൽ. സാർ പോയിക്കോ. ദാദിൽ. ജയിലിൽ പോകാൻ കാരണക്കാർ ഇവരാണെങ്കിൽ തീർച്ചയായും ഇവന്മാർ അത് ഏറ്റു പറഞ്ഞിരിക്കും. ഞാൻ പറയിപ്പിച്ചിരിക്കും. പോരെ? മതി. ദിനേശിൻ്റെ മുഖം തെളിഞ്ഞു. ഞാൻ ഇനിയും വരും, നിങ്ങളെ കാണേണ്ട രൂപത്തിൽ കാണാൻ. ആ വാസുദേവ പണിക്കരെ പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിൽ നിന്നിറക്കാൻ എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. പിന്നെ പരിഹാസ രൂപത്തിൽ ധനുഷിനെയോ ഋഷികേശിനെയോ ഒന്ന് നോക്കിയിട്ട് ദിനേശൻ മുറിവിട്ടു. പുറത്ത് കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടതും ഇർഫാൻ മുഹമ്മദ് കുട്ടികൾക്കടുത്തേക്ക് നീങ്ങി. ഇരുവരും തലകുനിച്ച് നിൽക്കുകയായിരുന്നു. നിങ്ങളുടെ നാട് കൊല്ലം ജില്ലയിലെ വെളിയമല്ലേ? CIയുടെ ചോദ്യം കേട്ട് അവർ നടുങ്ങി മുഖമുയർത്തി. പിടിക്കപ്പെട്ടിരിക്കുന്നു. അതെ, മന്ത്രിക്ക് പോലെ ധനുഷ് പറഞ്ഞു. അവിടെ ഒരുത്തനെ കൊല്ലാക്കൊല ചെയ്തിട്ട് കുടുംബസഹിതം പൊങ്ങിയത് ഈ നാട്ടിൽ, ശരിയല്ലേ? ധനുഷിൻ്റെയും ഋഷികേശിൻ്റെയും നാവ് മരവിച്ചു. പേടിക്കേണ്ട, ഇക്കാര്യം ഇവിടെ എനിക്ക് മാത്രമേ അറിയൂ. അതുവരെ ഉണ്ടായിരുന്ന ഇർഫാൻ മുഹമ്മദിൻ്റെ ശബ്ദവും ഭാവവും മാറി. അവർക്കരികിലേക്ക് ചെന്ന് സ്നേഹപൂർവ്വം അയാൾ അവരുടെ തോളിൽ കൈവച്ചു. സാറെങ്ങനെ? ഋഷികേശിനെ അത്ഭുതം അടക്കാനായില്ല. ഒക്കെ പറയാം, നിങ്ങളിരിക്കെ. അയാൾ അവരെ തൻ്റെ സീറ്റിനെതിരെയുള്ള കസേരയിലിരുത്തി. പിന്നെ CIയും ഇരുന്നു. കുടിക്കാൻ എന്ത് വേണം? ഒന്നും വേണ്ട സാർ. സാർ ഞങ്ങളെ തിരിച്ചറിഞ്ഞത്? ധനുഷിനെ അതറിയാനായിരുന്നു തിടുക്കം. ഞാൻ നിങ്ങളുടെ അച്ഛൻ ചന്ദ്രശേഖറും ഒരേ കാലയളവിൽ SI ലിസ്റ്റിൽ കടന്നുകൂടിയവരാണ്. ട്രെയിനിങ് പീരീഡിൽ താമസിച്ചിരുന്നതും ഒരേ മുറിയിൽ. എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് ജ്യേഷ്ഠ സഹോദരനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുജനും. CI ഒന്ന് നിർത്തി. വഴുതക്കാട്ടെ ട്രെയിനിങ് ക്യാമ്പ് ഓർത്തെടുക്കുന്നത് പോലെ. ധനുഷും ഋഷികേശും അപ്രതീക്ഷിതമായ അറിവിൻ്റെ അമ്പരപ്പിലായിരുന്നു. ഇർഫാൻ മുഹമ്മദ് തുടർന്നു. നിങ്ങൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നീട് വന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം, സംസ്കാര സമയത്ത്. ആ നേരത്ത് നിങ്ങളോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. CI മേശപ്പുറത്തിരുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലെടുത്ത് തുറന്ന് 2 കവിൾ കുടിച്ചു. ഇപ്പോൾ CI ആയി പ്രൊമോഷൻ കിട്ടി ആദ്യ അപ്പോയിൻമെൻറ്റ് ഇവിടെയായിരുന്നു എനിക്ക്. അതേ ലിസ്റ്റിൽ ശേഖരേട്ടനും ഉണ്ടായിരുന്നു. അദ്ദേഹവും എന്നോടൊപ്പം CI ആയേനെ. ധനുഷിൻ്റെയും ഋഷികേശിൻ്റെയും കണ്ണുകൾ നനഞ്ഞു. അച്ഛൻ. ഇർഫാൻ മുഹമ്മദിൻ്റെ ശബ്ദം അവരെ ഉണർത്തി. ശേഖരേട്ടൻ്റെ മരണത്തിൽ ഓടനാവട്ട ശശാങ്കൻ്റെ പങ്കിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ അടിയേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രകാശ് ചന്ദ്രൻ പോലീസിൽ പരാതി നൽകാതിരുന്നത് എൻ്റെ സംശയം അവനിലേക്കും ചെന്നു. ഹെഡ് കോൺസ്റ്റബിൾ അശോകനാണ് പ്രകാശിനെ തല്ലിയത് നിങ്ങളാവാമെന്ന് എന്നോട് സൂചിപ്പിച്ചത്. മാത്രമല്ല SP സാറിൻ്റെ മരണത്തിലും ഒരു ദുരൂഹതയുണ്ട്. SP അങ്കിളിനെ കൊന്നത് പ്രകാശ് തന്നെയാണ് സാർ. ഋഷികേശ് ആ സംഭവം പറഞ്ഞു. ഇർഫാൻ മുഹമ്മദ് അമ്പരന്ന് നിരുന്നു പോയി. തെളിനേരം കഴിഞ്ഞ് തിരക്കി. ശേഖരേട്ടൻ്റെ മരണത്തിന് പിന്നിൽ പ്രകാശ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കുട്ടികൾ എല്ലാ കാര്യവും വിശദീകരിച്ച് പറഞ്ഞു. ഒരു ആക്ഷൻ സിനിമ കഥ കേൾക്കുന്ന അനുഭവമായിരുന്നു ഇർഫാൻ മുഹമ്മദിന്. ഇത്രയും അകലെയാണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം. CI ചക്രപാണിയുടെ സഹായത്തോടെ ശശാങ്കനും മറ്റും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പ്രകാശ് ഹോസ്പിറ്റലിൽ വിടും മുമ്പ് നിങ്ങളെ മുന്നിലെത്തിച്ചു കൊടുക്കാമെന്ന് ശശാങ്കൻ അവന് വാക്കുകൊടുത്തിരിക്കുകയാണ്. ധനുഷിനും ഋഷികേശിനും ആശങ്കയായി. ഇർഫാൻ മുഹമ്മദ് അത് തിരിച്ചറിഞ്ഞു. എന്തായാലും 2 വർഷത്തേക്ക് ഞാനിവിടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തിനും ഞാനുണ്ടാവും ഒപ്പം. പിന്നെ നിങ്ങളുടെ പേരിൽ SIM കാർഡുകൾ എടുക്കരുത്. സൈബർ സെൽ വഴി ചക്രപാണി സാറ് വിവരം ശേഖരിക്കും. അങ്കിളുടെ പേരിലാണ് ഞങ്ങൾ SIM കാർഡുകൾ എടുത്തിരിക്കുന്നത്. ഋഷികേശ് തുറന്നു കിടന്നിരുന്ന ജനാലയുടെ പുറത്തേക്ക് നോക്കി. മുറ്റത്ത് കൂറ്റൻ മരങ്ങൾ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശരിക്കും എന്താ ഇവിടുത്തെ പ്രശ്നം? ധനുഷ് ആദ്യം മുതലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇടയ്ക്കിടെ മൂളിയും തലയാട്ടിയും ഇർഫാൻ മുഹമ്മദ് എല്ലാം കേട്ടു. അപ്പോൾ വാസുദേവ പണിക്കർക്ക് കസേര പോകരുത്. ദിനേശിനെ കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ അയാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
മൂവരും ചേർന്ന് പല പദ്ധതികളും പ്ലാൻ ചെയ്തു. അവസാനം CI പറഞ്ഞു നിർത്തിയതിങ്ങനെ. തൽക്കാലം കാര്യം നമ്മൾ മൂവരും അറിഞ്ഞാൽ മതി. നിങ്ങളുടെ അമ്മയോട് പോലും പറയണ്ട. നമുക്ക് ഒന്നിച്ചൊന്ന് പൊരുതി നോക്കാം. എന്താ? ശരി സാർ. കുട്ടികൾക്കും സന്തോഷമായി. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ അവർക്ക് ലൈം ജ്യൂസ് കൊണ്ടുവന്ന് നൽകി. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ധനുഷും ഋഷികേശും എഴുന്നേറ്റു. ഓക്കെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് സാർ. ഇർഫാൻ മുഹമ്മദ് കുട്ടികൾക്ക് തൻ്റെ സെൽ നമ്പർ നൽകി. ഏത് സമയത്തും വിളിക്കാനുള്ള അനുവാദവും. പെട്ടെന്നാണ് ധനുഷ് ചോദിച്ചത്, സാർ ഞങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞു? ശേഖരൻ്റെ ശവദാഹത്തിന് വന്നപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിരുന്നു. പിന്നെ നിങ്ങൾ നാടുവിട്ടതും എനിക്കറിയാമല്ലോ. ആ കടയുടെ മുന്നിൽ വെച്ച് ഒറ്റ നോട്ടത്തിൽ ഞാൻ നിങ്ങളെ മനസ്സിലാക്കി. CIയോട് യാത്ര പറഞ്ഞ് ധനുഷും ഋഷികേശും ഇറങ്ങി. രാമചന്ദ്രൻ ഉദ്യോഗത്തോടെ കാത്തു നിൽക്കുകയായിരുന്നു. കുട്ടികൾ വേഗം കാറിൽ കയറി. വേഗം പോകണം, അമ്മയോ മറ്റോ ഞങ്ങളെ പോലീസ് പിടിച്ചെന്നറിഞ്ഞാൽ. രാമചന്ദ്രൻ വണ്ടി തിരിച്ചു. എന്തിനാണ് നിങ്ങളെ CI കൊണ്ടുവന്നത്? അതറിയാനായിരുന്നു രാമചന്ദ്രന് ധൃതി. സത്യങ്ങൾ അറിയാൻ. അത്രയുമേ ഋഷികേശ് പറഞ്ഞുള്ളൂ. രാമചന്ദ്രൻ ആക്സിലേറ്റർ ഞെരിച്ചു. അപ്പോൾ ധനുഷ് തിരക്കി, ആ ദിനേശിൻ്റെ ഡ്രൈവറെ ചേട്ടന് പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. രാമചന്ദ്രൻ എതിരെ വന്ന ഒരു ലോറിക്ക് സൈഡ് കൊടുത്തു. അയാളെങ്ങനെയാ ആള്? സ്വഭാവമേ സന്ധ്യ കഴിഞ്ഞാൽ മുക്കറ്റം വെള്ളമാ. ആര് വാങ്ങിച്ചു കൊടുത്താലും കുടിക്കും. നല്ലത്. ഋഷികേശ് മുന്നോട്ട് ആഞ്ഞിരുന്നു. ചേട്ടൻ എങ്ങനെ കഴിക്കുമോ? രാമചന്ദ്രൻ്റെ മുഖത്തൊരു സങ്കോചമുണ്ടായി. കുറേശ്ശെ. എങ്കിൽ ധനുഷ് തുടർന്നു. ഇന്ന് രാത്രിയിൽ ഒരു കുപ്പി മദ്യവുമായി ചേട്ടൻ ആ ഡ്രൈവറെ കാണാൻ പോകുന്നു. എന്തിന്? രാമചന്ദ്രന് വിസ്മയം. അയാളെ കുടിപ്പിക്കാനും ചേട്ടന് കുടിക്കാനും. രാമചന്ദ്രനൊന്നും മനസ്സിലായില്ല. ഋഷികേശ് വിശദീകരിച്ചു. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചേട്ടനെ പറഞ്ഞ് ഏൽപ്പിക്കും. അയാൾ നല്ല ഫിറ്റായി കഴിയുമ്പോൾ ചേട്ടൻ അതൊക്കെ ചോദിക്കണം. രാമചന്ദ്രൻ തലയാട്ടി. പക്ഷേ അപ്പോൾ കേൾക്കുന്നതൊക്കെ ഞാനങ്ങ് മറന്നുപോകും. രാമചന്ദ്രൻ നിസ്സഹായത അറിയിച്ചു. അത് സാരമില്ല, ഞങ്ങൾ ചേട്ടന് ഒരു പേന തന്നുവിടും. അത് പോക്കറ്റിൽ കുത്തിവെച്ചാൽ മതി. പിന്നീട് അയാൾ പറഞ്ഞതും ചെയ്തതുമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഒന്നും വ്യക്തമായില്ലെങ്കിലും രാമചന്ദ്രൻ സമ്മതിച്ചു. വീട്ടിലെത്തുമ്പോൾ ഉദ്യോഗത്തോടെ നിൽക്കുകയായിരുന്നു കാവേരിയും ദക്ഷിണയും. വാസുദേവ പണിക്കരും കുസുമാവും പ്രത്യക്ഷയും ഉണ്ടായിരുന്നു അവിടെ. അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ ധനുഷിനും ഋഷികേശിനും മനസ്സിലായി തങ്ങളെ പോലീസ് കൊണ്ടുപോയ വിവരം അറിഞ്ഞിരിക്കുന്നു. കാവേരി ഓടി വന്ന് മക്കളെ ആപാതചൂടം നോക്കി. എന്തിനാണ് നിങ്ങളെ പോലീസ് പിടിച്ചത്? വെറുതെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഋഷികേശ് ചുമൽ കൂച്ചി. മറ്റ് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? വാസുദേവ പണിക്കർക്ക് അത് വിശ്വാസമായില്ല. ഇല്ല സാർ. ഇപ്പോഴാണ് ഒരാൾ എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. ഉടനെ ഞാനിങ്ങോട്ട് വരികയായിരുന്നു. വിവരങ്ങൾ തിരക്കിയിട്ട് CI ഞങ്ങളെ വിട്ടു. എന്തോ കള്ളമുണ്ടെന്ന ഭാവത്തിൽ പ്രത്യക്ഷ ധനുഷിനെ ഒന്ന് നോക്കി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണിറക്കി. പിന്നെ വിഷയം മാറ്റി. പണിക്കർ സാർ ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയപ്പോൾ എങ്ങനെയായിരുന്നു മറ്റു മെമ്പർമാരുടെ പ്രതികരണങ്ങൾ? ചെറുക്കണ്ട ദിനേശൻ അവരെ വല്ലതും സ്വാധീനിച്ചോ? പണിക്കരുടെ മുഖം പെട്ടെന്ന് മ്ലാനമായി. കറൻസി നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ പല ജോലികളും നിർത്തിവച്ചിരിക്കുകയാണ്. അതേക്കുറിച്ച് ചിന്തിക്കാൻ നാളെ അടിയന്തര കമ്മിറ്റിയുണ്ട്. അക്കൂട്ടത്തിൽ സന്ദർഭോചിതമായി എൻ്റെ പ്രശ്നം അവതരിപ്പിക്കാൻ അവർക്ക് പ്ലാനുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി രഹസ്യമായി എന്നോട് പറഞ്ഞതാണ്. ഒന്നുറപ്പാണ് ധനുഷ്, ഒന്നുകിൽ എനിക്ക് രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ അടുത്തു തന്നെ അവർ എനിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പുറത്താക്കും. അക്കാര്യത്തിന് ഭരണ പ്രതിപക്ഷ ഭേദമൊന്നും ഉണ്ടാവില്ല. ഒരു നിമിഷം അവിടെ നിശബ്ദത പരന്നു. ജാതിത്തോട്ടം കാറ്റ് ഇളകിക്കൊണ്ടിരുന്നു. സാറ് വിഷമിക്കേണ്ട. ഋഷികേശ് പണിക്കർക്ക് ധൈര്യം പകർന്നു. എല്ലാത്തിനും ഞങ്ങൾ പരിഹാരം കണ്ടിരിക്കും. സാറ് രാജിവെക്കേണ്ടി വന്നാൽ മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അതുറപ്പാ. എങ്ങനെയൊന്നും അവൻ പറഞ്ഞില്ല. അല്പനേരം കൂടി സംസാരിച്ചിരുന്നിട്ട് പണിക്കരും കുടുംബവും മടങ്ങി. സന്ധ്യ. ഡ്രൈവർ രാമചന്ദ്രൻ അവിടെ വന്നു. ധനുഷും ഋഷികേശും കൂടി സ്പൈ ക്യാമറ ഒളിപ്പിച്ചിട്ടുള്ള പേന അയാൾക്ക് നൽകി. അത് പ്രവർത്തിപ്പിക്കുന്ന വിധവും പറഞ്ഞു കൊടുത്തു. പിന്നെ മദ്യം വാങ്ങാനുള്ള പണവും നൽകി. അടുത്ത ദിവസം രാവിലെ വാസുദേവ പണിക്കർ ധനുഷിനെയും ഋഷികേശിനെയും തൻ്റെ അരികിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ സമയം 9 മണി. ഞാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുകയാ. ശരി സാർ. അവിടെ പ്രധാനമായും നടക്കുന്നതൊക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കണം. ധനുഷ് പറഞ്ഞു. അറിയിക്കാം. പണിക്കർ പോയി. ധനുഷും ഋഷികേശും തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചപ്പോൾ പിന്നിൽ നിന്നൊരു വിളി കേട്ടു. ധനുഷ്. ഇരുവരും നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. പ്രത്യക്ഷയാണ്. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ചോദിക്കേ. ധനുഷ് അവൾക്കരികിലേക്ക് ചെന്നു. ഇന്നലെ പോലീസ് തല്ലി അല്ലേ? അച്ഛൻ പറയുന്നത് കേട്ടു. അവളുടെ ശബ്ദത്തിൽ സങ്കടത്തിൻ്റെ തണുപ്പ്. പിന്നെ പ്രതികളെ കയ്യിൽ കിട്ടിയാൽ പോലീസ് തല്ലാതെ വിടുമോ? അപ്പോൾ അത് സത്യമായിരുന്നു. അവൾക്ക് സങ്കടമേറി. ഞാൻ കാരണമല്ലേ എല്ലാം? ധനുഷ് തലയിളക്കി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾക്ക് നേരത്തെ മുതലേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവൻ ശബ്ദം താഴ്ത്തി. ഇത് പിന്നെ സുന്ദരിയായ ഒരു പെണ്ണിന് വേണ്ടിയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സുഖം. പോ. അവൾ പിണക്കത്തോടെ മുഖം കുനിച്ചു. ധനുഷും ഋഷികേശും പൊട്ടിച്ചിരിച്ചു. 10 മണി. തലേന്ന് ചെറുകണ്ടം ദിനേശിൻ്റെ ഡ്രൈവറെ കാണാൻ പോയ രാമചന്ദ്രൻ ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. അയാളുടെ നമ്പറാണെങ്കിൽ അവർക്ക് അറിയുകയുമില്ല. കാവേരിയും ദക്ഷിണയും അടുക്കളയിലാണ്. ധനുഷും ഋഷികേശും രാമചന്ദ്രനെ പ്രതീക്ഷിച്ച് സിറ്റൗട്ടിൽ തന്നെ റോഡിലേക്ക് നോക്കിയിരുന്നു. ജാതിപരകൾക്കിടയിലൂടെ റോഡ് വഴി പോകുന്നവരെ കാണാം. കക്കായ ഡാമിലേക്കുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരുന്നു. പണിക്കരി സാറിനെ രക്ഷപ്പെടുത്താനുള്ള ഉപായം വല്ലതും ആയോടാ? ഇടയ്ക്ക് കാവേരി അങ്ങോട്ട് വന്ന് തിരക്കി.
തൽക്കാലം ഒന്നുമില്ല, ചിന്തിക്കട്ടെ. പിന്നെ പണിക്കർ സാറ് പഞ്ചായത്തിലെ വിവരങ്ങൾ വിളിച്ച് പറയട്ടെ. കാവേരി ദീർഘമായി നിശ്വസിച്ചു. അദ്ദേഹം തോറ്റുപോയാൽ നമുക്കും നിലനിൽപ്പില്ല, അവർ ഓർമ്മിപ്പിച്ചു. അറിയാം, അത്രമാത്രമേ ധനുഷ് പറഞ്ഞുള്ളൂ. 11 മണി. സെൽഫോൺ ശബ്ദിച്ചു. വാസുദേവ പണിക്കർ. ഋഷികേശ് അറ്റൻഡ് ചെയ്തു. എന്തായി സാർ? ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷമാണ് പണിക്കരുടെ നിരാശ നിറഞ്ഞ ശബ്ദം കേട്ടത്. ഇനി രക്ഷയില്ല ഋഷികേശ്, അവരൊക്കെ ഒറ്റക്കെട്ട. ഞാൻ സ്ഥാനം ഒഴിയണമെന്ന് തന്നെ പിടിവാശി. ഋഷികേശിൻ്റെ മുഖം ചുളിഞ്ഞു. അതിന് അവർ പറയുന്ന കാരണമെന്താ സാർ? പണിക്കരുടെ ഒച്ച ഒന്നുകൂടി ദയനീയമായി. ഈ പറയുന്ന കാര്യം ഒരിക്കലും എൻ്റെ മകൾ അറിയാൻ പാടില്ല. അവൾ ചീത്തയാണെന്ന് അവർ പറയുന്നത്. അതിൻ്റെ തെളിവുകൾ ദിനേശിൻ്റെയും ദാദിൻ്റെയും പക്കലുണ്ടെന്ന്. പൊതുജന വിവരം അറിഞ്ഞാൽ അത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആകെ നാണക്കേടാണെന്ന്. ഞാൻ എന്ത് ചെയ്യണം ഋഷി? രാജിവെച്ചേക്കട്ടെ? വേണ്ട സാർ, പാടില്ല. അബദ്ധമൊന്നും കാണിക്കരുത്, ഋഷികേശ് തിടുക്കത്തിൽ പറഞ്ഞു. അവൻ്റെ അരികിൽ തന്നെയുണ്ടായിരുന്ന ധനുഷിനും കാര്യം ഏതാണ്ടൊക്കെ ബോധ്യപ്പെട്ടു. പെട്ടെന്ന് അവർ ഋഷികേശിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. അപ്പോൾ പണിക്കർ ചോദിക്കുന്നത് കേട്ടു. പിന്നെ ഞാനെന്ത് ചെയ്യണം? നാൺകെട്ട് ഇവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കണോ? അതൊന്നും വേണ്ട സാർ. സാറിനൊന്ന് ആലോചിക്കണമെന്ന് പറ. നാളെ രാവിലെ തീരുമാനം അറിയിക്കാമെന്നും. പ്രതീക്ഷയേറ്റതുപോലെ പണിക്കരുടെ ശബ്ദം കേട്ടു. ശരി. കോൾ മുറിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും ഋഷി? രാമചന്ദ്രേട്ടൻ ഇതുവരെ വന്നുമില്ലല്ലോ. ധനുഷ് അസ്വസ്ഥനായി. ആ നിമിഷം റോഡിലൂടെ പാഞ്ഞു വന്ന ഇന്നോവ അവിടേക്ക് വെട്ടിത്തിരിഞ്ഞു. കുട്ടികളുടെ മുഖം തെളിഞ്ഞു. രാമചന്ദ്രൻ. അവർക്ക് മുന്നിൽ ഇന്നോവ ബ്രേക്ക് ഇട്ടു. രാമചന്ദ്രൻ ക്ഷമാപണത്തോടെ വേഗമിറങ്ങി. ഒന്നും പറയണ്ട, ഇന്നലെ രാത്രി ഞാനും ശരിക്കും അങ്ങ് പൂസായി പോയി. രാവിലെ നേരത്തെ ഏറ്റ ഒരു ട്രിപ്പുണ്ടായിരുന്നു കോഴിക്കോടിന്. പോയിട്ട് വിട്ടുവരികയായിരുന്നു ഞാൻ. കാര്യം നടന്നോ ചേട്ടാ? അവർക്കതറിയാനായിരുന്നു ധൃതി. നടന്നു. അയാൾ പേനയെടുത്ത് കൊടുത്തു. നന്ദി ചേട്ടാ. അവർ അയാളുടെ സെൽ നമ്പർ വാങ്ങി. ഞങ്ങൾക്കിത്തിരി തിടുക്കമുണ്ട്, ഞാൻ പിന്നെ വരാം. രാമചന്ദ്രൻ മടങ്ങി. കുട്ടികൾ പേനയുമായി അകത്തേക്ക് ഓടി. കമ്പ്യൂട്ടറിൽ അത് കണക്ട് ചെയ്തു. അതിൽ ചിത്രങ്ങളും ഒപ്പം വോയിസും ഉണ്ടായി. രാമചന്ദ്രൻ ചോദിക്കുന്നതിന് കുഴഞ്ഞ ശബ്ദത്തിലുള്ള ദിനേശിൻ്റെ ഡ്രൈവറുടെ മറുപടി. മതി, ഇത് മതി. ഇരുവർക്കും സന്തോഷമായി. അവർ പെട്ടെന്ന് വേഷം മാറി. അത് കണ്ട് ദക്ഷിണ നെറ്റി ചുളിച്ചു. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? ഒക്കെ വന്നിട്ട് പറയാം. അവർ മുറ്റത്തേക്ക് ഇറങ്ങി. നീ അമ്മയോട് വിവരം പറഞ്ഞേര്. ഇത് പണിക്കര് സാറിനോടുള്ള സ്നേഹമാണോ അതോ? അവൾ അർദ്ധത്തിൽ നിർത്തി. ഓടിയാർന്ന് ധനുഷ് ദേഷ്യം ഭാവിച്ചു. പിന്നെ അവന് ഋഷികേശും കൂടി വാസുദേവ പണിക്കരുടെ വീട്ടിലെത്തി. ബുള്ളറ്റിൻ്റെ കീ വാങ്ങി തിടുക്കത്തിൽ എവിടേക്ക് പോയി. 1 മണിക്കൂർ കഴിഞ്ഞാണ് മടങ്ങിയെത്തിയത്. കാവേരിയും മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. പണിക്കര് സാറിൻ്റെ കാര്യത്തിന് നിങ്ങൾ പോയതെന്ന് എനിക്കറിയാം. എല്ലാം ശരിയായോടാ? കാവേരി മക്കളുടെ ചോറിലേക്ക് കറി ഒഴിച്ചു കൊടുത്തു. ഒന്നും തീർത്ത് പറയാനാവില്ല അമ്മേ. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കുട്ടികൾ കഴിക്കാൻ തുടങ്ങി. 5 മണി. ഒരു ഓട്ടോയിലാണ് വാസുദേവ പണിക്കർ മടങ്ങിയെത്തിയത്. പരീക്ഷീണ ഭാവം. മുറ്റത്ത് നിന്ന് തന്നെ അത് ശ്രദ്ധിച്ച കാവേരിയും മക്കളും അത് തിരിച്ചറിഞ്ഞു. പാവം, കാവേരി മന്ത്രിച്ചു. അവർ പണിക്കരുടെ വീട്ടിലേക്ക് ചെന്നു. സിറ്റൗട്ടിലെ കസേരയിൽ തളർന്നിരുന്ന് കഴിഞ്ഞു പണിക്കർ. കുസുമവും പ്രത്യക്ഷയും സന്ദേഹത്തോടെ അരികിൽ നിന്നു. എന്തൊക്കെ അവർ ചോദിച്ചിട്ടും പണിക്കർ ഒന്നും പറഞ്ഞില്ല. അവസാനം ധനുഷിനെയും ഋഷികേശിനെയും കണ്ടപ്പോൾ വേദനയോടൊന്ന് മന്ദഹസിച്ചു. നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ദൈവം നമുക്ക് എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? ഒക്കെ വിധിയെന്ന് വേണമെങ്കിൽ ചുമ്മാ പറയാം. ആത്മനിന്ദ കലർന്ന വാക്കുകൾ. പക്ഷേ ദൈവങ്ങളെക്കാളും വലിയ ആളുകൾ ഇപ്പോൾ ഭൂമിയിലുള്ളപ്പോൾ ദൈവം പോലും നിസ്സഹായനാകുന്നു. അച്ഛനിങ്ങനെ വിഷമിക്കാതെ. പഞ്ചായത്ത് പ്രസിഡന്റ് പദവി പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ. ഞങ്ങൾക്ക് മാത്രമായി അച്ഛനെ കിട്ടുമല്ലോ. പ്രത്യക്ഷ അയാൾക്ക് ധൈര്യം പകരാൻ ശ്രമിച്ചു. പണിക്കർ കർച്ചീഫ് എടുത്ത മുഖത്തെ വിയർപ്പ് തുറച്ചു. പിന്നെ ആരോടൊന്നില്ലാതെ മന്ത്രിച്ചു. നാളെ രാവിലെ 10 മണിക്കായിരിക്കും ഞാൻ അവസാനമായി ആ കസേരയിലിരിക്കുന്നത്, പ്രസിഡന്റിൻ്റെ കസേരയിൽ. അങ്ങനെ അങ്ങ് തീരുമാനിക്കാറായിട്ടില്ല സാർ. ധനുഷ് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല പണിക്കർ. പോട്ടെ മോനെ, നിങ്ങൾ രണ്ടാളും എനിക്കും എൻ്റെ മോൾക്കും വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? അത് തന്നെ ധാരാളം. വർഷങ്ങളായി എന്നെ അറിയാവുന്നവർ പോലും ഇപ്പോൾ. അയാളുടെ ശബ്ദത്തെ മുറിച്ചുകൊണ്ട് ഒരു ബെൻസ് കാർ മുറ്റത്തേക്ക് പാഞ്ഞെത്തി നിന്നു. എല്ലാവരുടെയും മുഖം കറുത്തു. ഒരു ജേതാവിൻ്റെ ഭാവത്തിൽ ചെറുക്കണ്ട ദിനേശൻ ഇറങ്ങി. എല്ലാവരെയും നോക്കി വിജയിയുടെ രൂപത്തിൽ ചിരിച്ചു. എന്നിട്ട് വാസുദേവ പണിക്കരയിലേക്ക് നോട്ടം ഉറപ്പിച്ചു. ഇപ്പോൾ തനിക്ക് എന്നെ ശരിക്കും മനസ്സിലായോടോ പണിക്കരെ? ഇന്നത്തെ കമ്മിറ്റിയിൽ ഒരൊറ്റ മെമ്പറെങ്കിലും തൻ്റെ പക്ഷത്ത് നിന്നോ? അവരുടെ മുന്നിലിരുന്ന് താൻ മെഴുകുപോലെ ഒരുക്കിയില്ലേ? അവസാനം കാലു പിടിച്ചല്ലേ ഒരു ദിവസത്തേക്ക് കൂടി തൻ്റെ നാറിയ പദവി നിലനിർത്തിയത്? പണിക്കർ മിണ്ടിയില്ല. ധനുഷിൻ്റെയും ഋഷികേശിൻ്റെയും ഉള്ളിൽ പകയുടെ കനലുകൾ കിടന്നു മിന്നി. നിങ്ങളുടെ ഈ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ തോന്നുമല്ലോ ഏതാണ്ട് വലിയൊരു നിധി കിട്ടിയെന്ന്. ധനുഷിൽ നിന്ന് അമർഷത്തിൻ്റെ വാക്കുകൾ പുറത്തു ചാടി. നീ മിണ്ടരുത്, ദിനേശൻ കൈ ചൂണ്ടി. CI ഇർഫാൻ മുഹമ്മദ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നിന്നെയൊക്കെയും ഈ പണിക്കരെയും രക്ഷപ്പെടുത്താൻ എനിക്ക് മാത്രമേ കഴിയൂ. നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത് ഞാനാണ്. ദിനേശൻ ഷർട്ടിൻ്റെ കോളർ ഒന്ന് ഇളക്കിയിട്ടു. എല്ലാ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് എൻ്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കിയാൽ നിനക്കൊക്കെ മാപ്പ് തരണോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇങ്ങനെ മാപ്പ് തരാനും വിധിക്കാനുമൊക്കെ താൻ ആരാടോ? ഹൈക്കോടതി ജഡ്ജിയോ? ഋഷികേശ് ചീറി. തൻ്റെ ഭൂതകാലമൊക്കെ ഞങ്ങളും കേട്ടു. ബാലുശ്ശേരിയിൽ ഒരു ഹോട്ടലിൽ സപ്ലയർ, 2 തവണ മോഷണ കേസിൽ അകത്തായി. അവിടെ നിന്ന് ഏതോ കുറ്റവാളിയുമായുള്ള ബന്ധമാണ് തൻ്റെ ഉയർച്ചയ്ക്ക് തുടക്കം. പിന്നെ താനൊരു മുതലാളിയുടെ ഡ്രൈവറായി. ആ വീട്ടിലെ പെണ്ണിനെ കയറി പ്രേമിച്ചു. മുതലാളി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അക്കാലത്ത് പോലീസ് അതൊരു കൊലപാതകമായി കണ്ടില്ല.
അല്ലെങ്കിൽ അവരുടെ അണ്ണാക്കിൽ പണം തള്ളിവെച്ച് താൻ രക്ഷപ്പെട്ടു. ഋഷികേശ് വല്ലാതെ കിതച്ചു. മുഖത്ത് തുപ്പൽ വീണതുപോലെ ദിനേശൻ വിളറിപ്പോയി. ബാക്കി പറഞ്ഞത് ധനുഷാണ്. ഇങ്ങനെയൊക്കെ കുത്തഴിഞ്ഞ് ജീവിച്ച തനിക്ക് എന്നു മുതലാടോ അന്തസ്സുണ്ടായത്, സൃഷ്ടിസംഹാര കരുത്തുണ്ടായത്? കുറച്ചു മുമ്പ് താൻ വീമ്പിളക്കിയതൊക്കെ നല്ല തന്തയ്ക്ക് പിറന്ന ആപിള്ളേരുമായി നേരിട്ട് മുട്ടാഞ്ഞിട്ടാ. എടാ, ദിനേശിൻ്റെ മുഖം വല്ലാതെ ചുവന്നു. കാറിൽ നിന്നിറങ്ങിയ ഡ്രൈവർ എല്ലാം കേട്ട് അമ്പരന്നു. ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രിയിൽ താൻ രാമചന്ദ്രനോട് പറഞ്ഞു എന്ന് അയാൾക്കൊരു സംശയം. ഡ്രൈവറുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് ധനുഷിൻ്റെ ഒച്ച വീണ്ടും ഉയർന്നു. തൻ്റെ ഈ ഭീഷണി കേട്ട് നിക്കറിൽ മുള്ളിപ്പോകുന്നവർ ഉണ്ടാവാം, പക്ഷേ അക്കൂട്ടത്തിൽ ഞങ്ങളെ വിടുത്തല്ലേ. താൻ ഇങ്ങോട്ട് വന്ന് പ്രശ്നമുണ്ടാക്കുകയാ. അതിൻ്റെ മറുപടി ഞങ്ങൾ തന്നിരിക്കും മിസ്റ്റർ ചെറുകണ്ടം. എന്നാൽ നീയൊക്കെ എന്താണെന്ന് വെച്ചാൽ അങ്ങ് കാണിക്കടാ. ഗർജിച്ചുകൊണ്ട് ദിനേശൻ മുന്നോട്ട് വന്നു. അടിച്ച് തൻ്റെ പല്ല് താഴെയിടും. ധനുഷ് ചീറി. അടുത്ത നിമിഷം ബെൻസ് കാറിന് പിന്നിലേക്ക് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് ബ്രേക്കിട്ടു. CI ഇർഫാൻ മുഹമ്മദും സംഘവും ചാടിയിറങ്ങി. ദിനേശിൻ്റെ മുഖം തെളിഞ്ഞു. ഇൻസ്പെക്ടർ, ഇവന്മാർ എന്നെ ഭീഷണിപ്പെടുത്തി. തല്ലാൻ ഭാവിക്കുമ്പോഴാണ് നിങ്ങളെത്തിയത്. ഇർഫാൻ മുഹമ്മദ് തലയാട്ടി. കുറ്റവാളികൾ ആരായാലും ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കില്ല മിസ്റ്റർ ദിനേശൻ. അയാളുടെ ശബ്ദത്തിലെ മാറ്റം ദിനേശൻ ശ്രദ്ധിച്ചു. ഇർഫാൻ മുഹമ്മദ് തുടർന്നു. ഇപ്പോൾ ഞാൻ വന്നതും ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോകാതിരിക്കാനാ. ഐ മീൻ യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ ദിനേശൻ. നടുങ്ങിപ്പോയി ദിനേശൻ. പ്രകൃതിയിലെ ഓക്സിജൻ പെട്ടെന്ന് ഇല്ലാതായതുപോലെ ധനുഷിനും ഋഷിയേഷിനും അല്ലാതെ അവിടെ നിന്ന് ആർക്കും ഒന്നും വ്യക്തമായില്ല. എടോ എടോ സർക്കിളെ. ചെറുക്കട്ട ദിനേശന് കോപത്തോടൊപ്പം സങ്കടവും വന്നു. താൻ ആരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് അറിയാമോ? അയാൾ CI ഇർഫാൻ മുഹമ്മദിൻ്റെ മുഖത്തിന് നേർക്ക് കൈ ചൂണ്ടി. ഒറ്റയാട്ടായിരുന്നു CI ആദ്യം. പിന്നെ കാറ്റ് പോലെ മുന്നോട്ട് കുതിച്ച് ദിനേശൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. സർക്കിളോ? തൻ്റെ അമ്മാവിയമ്മയുടെ മടിയിലിരുത്തിയാണോടാ എനിക്ക് ഉരമരുന്ന് തന്നത്? മറ്റുള്ളവർ നോക്കി നിൽക്കെ CIയുടെ ആ പ്രവൃത്തി ദിനേശനെ തളർത്തി. മുഖം കടലാസ് പോലെ വിളറി. CIയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കാവേരി. ഈ മുഖം താൻ എവിടെയോ കണ്ടതുപോലെ ഒരു തോന്നൽ. പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. ദിനേശൻ ഇർഫാൻ മുഹമ്മദിൻ്റെ കൈ പിടിവയ്ക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് താൻ വിളിച്ചപ്പോഴോ അനുകൂല നിലപാടായിരുന്നു ഇർഫാന്. പക്ഷേ പെട്ടെന്നുള്ള ഈ നിറമാറ്റം, അതാണ് ദിനേശനെ ഏറെ പകർപ്പിച്ചത്. അതേ അവസ്ഥ തന്നെയായിരുന്നു അയാളുടെ ഡ്രൈവർക്കും. ദിനേശൻ സാറിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ തനിക്കും പോലീസുകാർ ഒരു ബഹുമാനമൊക്കെ തന്നിരുന്നു. വാസുദേവ പണിക്കരും കുസുമാവും കാവേരിയുമൊക്കെ ഒന്നും പിടികിട്ടാതെ പരസ്പരം നോക്കി. റോഡിൽ ജനങ്ങളും കൂടാൻ തുടങ്ങി. സാർ. ദിനേശിൻ്റെ ശബ്ദം എല്ലാവരെയും ഉണർത്തി. എന്നെ നാണം കെടുത്തരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. ഇർഫാൻ മുഹമ്മദിൻ്റെ മുഖത്ത് ഒരു പുച്ഛഭാവം വന്നു. ദിനേശ, കയ്യോ കാലോ പഴുത്തറിഞ്ഞ് അസ്ഥിക്കുള്ളിലേക്കും പടർന്നു കയറിയാൽ പിന്നീട് ആ ഭാഗം മുറിച്ചു മാറ്റാതെ മരുന്ന് വെച്ച് കെട്ടിയാൽ പറ്റുമോ? അതേപോലെയാണ് തൻ്റെ കാര്യവും. ഒത്തുതീർപ്പിൻ്റെ സമയമൊക്കെ എപ്പോഴേ കടന്നുപോയി. ഒരു പാവം പെങ്കൊച്ചിൻ്റെ മാനം വെച്ച് തൻ്റെ മോൻ വിലപേശി ആദ്യം. അതുപോരാഞ്ഞ് ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് താനങ്ങ് പടർന്നു പന്തരിക്കാമെന്ന് കരുതിയോ? അയാളെ ശരിക്കൊന്നൊലിച്ച് CI പോലീസുകാർക്ക് നേരെ തള്ളി. ടേക്ക് ഹിം. ദിനേശൻ പോലീസ് കസ്റ്റഡിയിലായി. സാർ, ഞാൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾ പറഞ്ഞില്ല. ദിനേശിൻ്റെ ഭാവം പിന്നെയും മാറി. ധനുഷും ഋഷികേശും ഊറിച്ചിരിച്ചു. അത് കണ്ടപ്പോൾ അയാൾക്ക് കലിയിളകി. ഇളിക്കേണ്ട നീയൊന്നും. ഈ സർക്കിളും നിങ്ങളും തമ്മിലുള്ള ഒരു കളി ഇടയിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. വിടത്തില്ല നിന്നെയൊന്ന് ഞാൻ. വർദ്ധിത വീര്യത്തോടെ ദിനേശൻ ഇർഫാൻ മുഹമ്മദിന് നേരെ തിരിഞ്ഞു. അനാവശ്യമായിട്ട് നിങ്ങളെന്നെ കൊണ്ടുപോയാൽ കത്തിയെരിയും താനും തൻ്റെ സ്റ്റേഷനും. സ്റ്റേറ്റുകാരായ നിങ്ങൾക്കറിയില്ല എൻ്റെ ശക്തി, സ്വാധീനം. അത് ചിലപ്പോൾ തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ തൊപ്പി പോലും തെറിപ്പിച്ചു നിൽക്കും. അതുകൊണ്ട് അവരോട് ചോദിക്കുക താൻ ആദ്യം ദിനേശിനെ തുടരണോ വേണ്ടയോ എന്ന്. ഇർഫാൻ മുഹമ്മദ് തല കുടഞ്ഞു. ഒരാളോടും ചോദിക്കാനും അനുമതി വാങ്ങാനും ഒന്നും നിൽക്കില്ല ദിനേശ ഞാൻ. അതെൻ്റെ രീതിയുമല്ല. തനിക്കെതിരെ ഞാൻ എഴുതാനിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി അവരുടെയൊക്കെ നാവടപ്പിക്കാൻ. അയാൾ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. അയാളെ വണ്ടിയിൽ കയറ്റ്. വാ സാറേ. പോലീസുകാർ അർദ്ധ മനസ്സോടെ എന്നവണ്ണം ദിനേശനോട് പറഞ്ഞു. ദിനേശൻ കുതറി. ആവശ്യമെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ വന്നോളാം. ഇർഫാൻ മുഹമ്മദിൻ്റെ മുഖം ചുവന്നു. അതൊക്കെ നിങ്ങൾ വിരുന്നിന് വരുമ്പോൾ മതി. ഇപ്പോൾ വരുന്നത് കുറ്റവാളിയായിട്ടാണ്. അതിന് ഞങ്ങളുടെ വണ്ടി തന്നെ ധാരാളം. ഇർഫാൻ മുഹമ്മദ് ചിരിച്ചു. ജാതിത്തോട്ടത്തിലും റോഡിലുമൊക്കെ ആളുകൾ പിന്നെയും കൂടിക്കൊണ്ടിരുന്നു. പൊതുവഴിയിൽ നഗ്നനാക്കപ്പെട്ട അവസ്ഥയായിരുന്നു ദിനേശിനെ ജീപ്പിൽ കയറ്റുന്നത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. ഈ CIയെ സമ്മതിക്കണം, ഒരാൾ ശബ്ദം താഴ്ത്തി. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇയാളുടെ തൊപ്പി പോകുമോന്ന എൻ്റെ സംശയം, മറ്റൊരാൾ. പെട്ടെന്ന് ഇർഫാൻ മുഹമ്മദിൻ്റെ ഫോൺ ശബ്ദിച്ചു. അത് അറ്റൻഡ് ചെയ്ത് അയാളുടെ മുഖം തെളിഞ്ഞു. ശരി, ഞാൻ ഉടനെ എത്താം. അത്രമാത്രം പറഞ്ഞിട്ട് അയാൾ കോൾ മുറിച്ചു. എന്നിട്ട് വാസുദേവ പണിക്കരോട് അറിയിച്ചു. പണിക്കർ സാറിൻ്റെ കസേര തെറിപ്പിക്കാൻ ഒരുത്തരും കഴിയില്ല. പക്ഷേ ഒന്നുണ്ട്, കുറച്ചു കാലം സാർ ഒറ്റയ്ക്ക് പഞ്ചായത്ത് ഭരിക്കേണ്ടി വരും. അല്പം ആഹ്ലാദം തോന്നിയെങ്കിലും CI അവസാനം പറഞ്ഞതിൻ്റെ പൊരുൾ അയാൾക്ക് വ്യക്തമായില്ല. ഇർഫാൻ മുഹമ്മദ് തുടർന്നു. ഒക്കെ ഇവർ പറഞ്ഞു തരും. എല്ലാത്തിനും വഴിയൊരുക്കിയതും ഇവരാ. ഇർഫാൻ മുഹമ്മദ് ധനുഷിൻ്റെയും ഋഷികേശിൻ്റെയും തോളിൽ തട്ടി അഭിനന്ദിച്ചു. നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തു തീർത്തു. ഇനിയുള്ള കാര്യം കോടതിക്ക്. പിന്നെ ദിനേശ് പറഞ്ഞതുപോലെ എൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ റിയാക്ഷൻ എങ്ങനെയാകുമെന്ന് പിടിയില്ല. എന്നിരുന്നാലും ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. മെമ്പർമാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയോ സാർ? ധനുഷ് ഉദ്യോഗത്തോടെ തിരക്കി.
CI തൻ്റെ വലത് കൈയുടെ തള്ളവിരൽ ഉയർത്തിക്കാട്ടി. എന്നിട്ട് കാവേരിയെ നോക്കി. ചേച്ചിക്ക് ഓർമ്മയുണ്ട് തന്നെ? കാവേരി വിസ്മയിച്ചു. തൻ്റെ സംശയം ശരിയാണ്. ഇർഫാൻ മുഹമ്മദ് തിടുക്കപ്പെട്ടു. ഒക്കെ കുട്ടികൾ പറഞ്ഞു തരും. സമയം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയാളും ചെന്ന് ജീപ്പിൽ കയറി. ജീപ്പ് പിന്നോട്ട് നീങ്ങി. ജനങ്ങൾ ദിനേശിനെ ഒന്നുകൂടി കാണുവാൻ ജീപ്പിനരിയിലേക്ക് ഓടിയെടുത്തുകൊണ്ടിരുന്നു. ധനുഷേ, ഋഷികേശേ, എന്താണ് ഈ നടന്നതൊക്കെ? എന്തിനാ ദിനേശിനെ പോലീസ് കൊണ്ടുപോയത്? ആ CI നിങ്ങളെങ്ങനെ അറിയും? ഒറ്റ ശ്വാസത്തിലാണ് കാവേരി തിരക്കിയത്. ഞങ്ങൾക്ക് മാത്രമല്ല, അമ്മയ്ക്കും അറിയാം അദ്ദേഹത്തെ. ഋഷികേശ് കാവേരിയെ നോക്കി. അമ്മ പുഴുങ്ങിയ കപ്പയും ഉണക്കമീൻ വറുത്തതും കാന്താരി അരച്ച് തൈര് ചേർത്തതുമൊക്കെ ആ സാറിന് വിളമ്പിയിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. കാവേരിയുടെ കണ്ണുകൾ വികസിച്ചു. മുഹമ്മദ് അല്ലേടാ? ഇർഫാൻ? അതെ. കാവേരിയുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ മിന്നി. ശേഖരേട്ടൻ്റെ അടുത്ത സുഹൃത്ത്. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാസുദേവ പണിക്കർക്ക് ഉത്സാഹമായി. ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. ജനങ്ങളിൽ ചിലർ അപ്പോഴേക്കും മുറ്റത്ത് ഓടി വന്നു. എന്താ പണിക്കർ സാറൊക്കെ അറിയാം? എന്തിനാ ദിനേശൻ സാറിനെ പോലീസ് കൊണ്ടുപോയത്? ശരിക്കും അതെനിക്ക് അറിയത്തില്ല. ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. പണിക്കരുടെയും കാവേരിയുടെ കുടുംബം വീടിനുള്ളിലേക്ക് കയറി. ദിനേശിൻ്റെ ഡ്രൈവറും കാര്യം മനസ്സിലാകാതെ കാറിൽ മടങ്ങി. ഇനി പറ, ആദ്യം മുതലെല്ലാം. കുട്ടികളെ നോക്കിക്കൊണ്ട് പണിക്കർ കസേരയിലിരുന്നു. ധനുഷും ഋഷികേശും ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇർഫാൻ മുഹമ്മദ് തങ്ങളെ കൊണ്ടുപോയത്, രാമചന്ദ്രൻ്റെ കയ്യിൽ പേന കൊടുത്തുവിട്ടത് എല്ലാം. ആ പേനയിലെ ക്യാമറയിൽ നിന്ന് എന്തൊക്കെ കിട്ടി? പ്രത്യക്ഷയാണ് തിരക്കിയത്. അത്യാവശ്യം വേണ്ടതല്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഓരോ മെമ്പറിനും ദിനേശൻ 25 ലക്ഷം രൂപയുടെ പുതിയ നോട്ടുകൾ കൈമടക്ക് കൊടുത്തിരുന്നു. അതൊക്കെ കള്ളനോട്ടുകളാവാം. ഞങ്ങൾ CI സാറിനെ വിവരം അറിയിച്ചതനുസരിച്ച് ഒരേ സമയം എൻഫോഴ്സ്മെൻറ്റും പോലീസും സംയുക്തമായി മെമ്പർമാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുകയായിരുന്നു. പണവും മെമ്പർമാരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇപ്പോൾ വാസുദേവ പണിക്കർക്ക് CI പറഞ്ഞിട്ട് പോയ കാര്യം വ്യക്തമായി. അയാൾ വിസ്മയത്തോടെ കുട്ടികളെ നോക്കിയിരുന്നു. സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യങ്ങളല്ല ഇവർ ചെയ്തത്. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവരുടെ കൈകളിൽ പിടിമുറുക്കി. ഇതിനൊക്കെ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പണിക്കരുടെ കണ്ണുകൾ നനഞ്ഞു. ഏയ്, എന്താ സാറ് ഇതൊക്കെ? ഏതൊരു ഭാരതീയനും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ പലരും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് മാത്രം. ഋഷികേശ് തലയാട്ടി. അപ്പോൾ ദിനേശിനെ അറസ്റ്റ് ചെയ്തതോ? അയാൾ സമ്മതിക്കുമോ മെമ്പർമാർക്ക് പണം നൽകിയെന്ന്? കുസുമത്തിന് സംശയം. അത് കൃത്യമായി അറിയണമെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരും. പ്രത്യക്ഷ എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് കൊടുത്തു. അതിനിടെ അവൾ നന്ദിയോടെ ധനുഷിനെ നോക്കി തലയാട്ടുകയും ചെയ്തു. പെട്ടെന്ന് പിറ്റി ഹോട്ടലുടമ റഷീദ് അവിടേക്ക് വന്നു. പണിക്കർ സാറേ, കയറി വാ റഷീദേ. പണിക്കർ എഴുന്നേറ്റു. റഷീദ് അകത്തെത്തി എല്ലാവരെയും നോക്കി. എന്തൊക്കെയോ സാറേ ഈ കേൾക്കുന്നത്? എല്ലാം TV യിൽ വരുന്നുണ്ട്. അതെയോ? പണിക്കർ വേഗം TV ഓൺ ചെയ്തു. കേട്ടത് തന്നെ അവിടുത്തെ വാർത്തയാണ്. കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ വൻ കള്ളപ്പണവേട്ട. ന്യൂസ് റീഡറുടെ ശബ്ദത്തോടൊപ്പം മെമ്പർമാരുടെ വീടുകളിൽ നിന്ന് കണ്ടെടുത്ത 2000ൻ്റെ നോട്ടുകളുടെ ചിത്രം. മുഖം കൈകൾ കൊണ്ടും കർച്ചീഫ് കൊണ്ടും മറച്ചു നിൽക്കുന്ന മെമ്പർമാർ. ആഹ്ലാദത്തോടൊപ്പം നേരിയ ഭീതിയും വാസുദേവ പണിക്കരെ വലയം ചെയ്തു. ഇവർ ജാമ്യത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും തന്നോട് പ്രതികരിക്കുക? ന്യൂസ് റീഡറുടെ അടുത്ത ശബ്ദം. ചെറുക്കട്ടൻ ദിനേശൻ എന്ന വ്യവസായ പ്രമുഖനെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. അയാളാണ് തങ്ങൾക്ക് പണം നൽകിയതെന്ന് മെമ്പർമാർ ഉറപ്പിച്ചു പറയുന്നു. എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പണിക്കർ സാറേ. ഇങ്ങനെയൊക്കെയായിരിക്കും ദിനേശൻ പണക്കാരനായത് അല്ലേ? TV യിലേക്ക് കണ്ണു നട്ടുകൊണ്ട് റഷീദ് പിറുപിറുത്തു. ആ നേരത്ത് ചെറുക്കണ്ട ദിനേശനുമായി ഇർഫാൻ മുഹമ്മദിൻ്റെ പോലീസ് ജീപ്പ് ബാലുശ്ശേരിയിൽ എത്തിയിരുന്നു. മുഖം കുനിച്ചിരിക്കുകയായിരുന്നു ദിനേശൻ. ജനങ്ങളുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് തല ഉയർത്തി. അയാളുടെ തലയ്ക്കുള്ളിൽ ഷോക്കേറ്റ ഒരു അനുഭവം. ചെറുക്കണ്ട ഫൈനാൻസിയേഴ്സിന് ചുറ്റും തിങ്ങിക്കൂടിയിരിക്കുന്ന ആയിരങ്ങൾ. തൊട്ടടുത്ത കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്ന് വരെ ജനങ്ങൾ അവിടേക്ക് ഉറ്റുനോക്കുന്നു. ദിനേശന് നെഞ്ചിടിപ്പേറി. മതിലിനുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാതെ പോലീസ് സംഘം. പോലീസിൻ്റെ ഒരു വലിയ വണ്ടി അവിടെ കിടന്നിരുന്നു. ഗേറ്റിൽ ജീപ്പ് എത്തിയത് പോലീസുകാർ അത് തുറന്ന് ജനങ്ങളെ ഇരുവശത്തേക്ക് തള്ളി നീക്കി. ജീപ്പ് അകത്ത് കടന്നയുടനെ വീണ്ടും അടച്ച് ഓടാമ്പിലിട്ടു. പോലീസ് വണ്ടിക്ക് അപ്പുറത്ത് ചാനൽ സംഘത്തിൻ്റെ OB വാനുകൾ. ജീപ്പ് നിന്നതും ചാനൽ ക്യാമറകൾ അത് വളഞ്ഞു. അയാളെ ഇറക്കിക്കൊണ്ടുവാടോ, പോലീസുകാരോട് പറഞ്ഞിട്ട് ഇർഫാൻ മുഹമ്മദ് ആദ്യം ഇറങ്ങി. സാർ, റിപ്പോർട്ടർമാർ അയാൾക്കരികിലേക്ക് ഇരമ്പി വന്നു. ഇങ്ങനെ ഒരു റൈഡ് പെട്ടെന്നുണ്ടാകാൻ കാരണം എന്താണ്? എങ്ങനെയാണ് സാർ ഇതിനുള്ള ഇൻഫർമേഷൻ ലഭിച്ചത്? ഇർഫാൻ മുഹമ്മദ് കർച്ചീഫെടുത്ത് മുഖം തുളച്ചു. ഇത്തരം റെയ്ഡുകൾ ഭാരതം മുഴുവൻ നടക്കുകയല്ലേ? കള്ളപ്പണക്കാരെ കണ്ടെത്താൻ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതിയാൽ മതി. അയാൾ പുഞ്ചിരിച്ചു. ഇനിയും റെയ്ഡുകൾ ഉണ്ടാകുമോ സാർ? കാണാൻ പോകുകയല്ലേ പൂരം. അത്രയും പറഞ്ഞിട്ട് അയാൾ ഫൈനാൻസിയേഴ്സിൻ്റെ ഗ്ലാസ് ഡോർ തുറന്ന് അകത്ത് കടന്നു. പോലീസുകാർ ബലമായൊന്ന് ദിനേശിനെ ജീപ്പിൽ നിന്നിറക്കിയത്. മുഴുവൻ ക്യാമറകളും അയാളിലായി. ദിനേശൻ കൈക്കൊണ്ട് മുഖം മറയ്ക്കുകയും അവരെ ചീത്ത വിളിക്കുകയും ചെയ്തു. ജനങ്ങൾ അയാളെ കൂക്കി വിളിച്ചു. ഇവനെയൊക്കെ തല്ലിക്കൊല്ലണം, പട്ടി. ഗേറ്റിന് പുറത്തു നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. പാവങ്ങൾ ഇവിടെ കാശില്ലാതെ നട്ടം തിരിയുമ്പോഴാണ് അവൻ്റെ അമ്മയുടെ. ദിനേശൻ കടപ്പല്ലമർത്തി കടുപ്പത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. പറഞ്ഞത് ആരെന്ന് കണ്ടില്ല. തൻ്റെ ഫൈനാൻസിയേഴ്സിലെ സ്റ്റാഫുകൾ നിസ്സഹായരായി റിസപ്ഷനിൽ നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അയാളുടെ നെഞ്ചിരിപ്പ് പിന്നെയും കൂടിക്കൊണ്ടിരുന്നു. മാത്രമല്ല, അത്ര പെട്ടെന്ന് പിടികിട്ടാത്ത അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വാതിലും തുറന്നു കിടക്കുന്നു. എയർഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇർഫാൻ മുഹമ്മദിൻ്റെ അടുത്തെത്തി എന്തോ അടക്കം പറഞ്ഞു. CIയുടെ നിർദ്ദേശാനുസരണം ഏതാനും ചാനലുകൾക്കും അവിടേക്ക് പ്രവേശനം ലഭിച്ചു. എന്നിട്ട് ദിനേശിനെയും കൂട്ടി അണ്ടർഗ്രൗണ്ടിലേക്ക്.
അയാൾക്ക് എതിർക്കാനുള്ള ശക്തി പോലും നഷ്ടമായി. തൻ്റെ സാമ്രാജ്യം നഷ്ടമാകുന്നെന്നത് സ്വയം ബോധ്യമായി. അണ്ടർഗ്രൗണ്ടിലെത്തിയ ചാനലുകാർ പോലും സ്തബ്ധരായി. വിശാലമായ റൂം, അവിടെ നിരത്തിയിട്ടിരിക്കുന്ന മേശകൾ, ഒരു കട്ടിംഗ് മെഷീൻ, കട്ട് ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്ന 500-ൻ്റെയും 2000-ൻ്റെയും കോടിക്കണക്കിന് നോട്ടുകൾ, കട്ട് ചെയ്യാത്ത നോട്ടുകൾ, അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ മഷി കമ്പ്യൂട്ടറുകൾ. ദിനേശ, ഇർഫാൻ മുഹമ്മദിൻ്റെ ശബ്ദമുയർന്നു. വാസ്തവത്തിൽ ഇത് നിൻ്റെ ഫൈനാൻസിയേഴ്സ് അല്ലായിരുന്നു അല്ലേ? റിസർവ് ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചാണെന്ന് ഇപ്പോഴാണല്ലോ മനസ്സിലായത്. പ്രാണൻ പോകുന്നത് പോലെ നിന്നിരുന്ന ചെറുകണ്ട ദിനേശൻ അവിടെ തന്നെ കുഴഞ്ഞു വീണു. ഒരാഴ്ച കഴിഞ്ഞു. കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ പ്രതിഷേധ മാർച്ചുകളും കോർണർ യോഗങ്ങളും പലത് കഴിഞ്ഞു. രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രബുദ്ധരായ ജനങ്ങൾ തെരുവിലിറങ്ങിയ ദിവസങ്ങളായിരുന്നു അത്. കള്ളനോട്ട് കേസിൽ അകത്തായ മെമ്പർമാരുടെ വീടുകൾക്ക് നേരെ കല്ലേറുണ്ടായി. അവരുടെ കോലം കത്തിച്ചു ജനങ്ങൾ. മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി നേതൃത്വം ഇരുപക്ഷക്കാരെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്ത് ഭരണം അനിശ്ചിതത്തിലായി. പച്ചക്കാട്ടിൽ വാസുദേവ പണിക്കർക്ക് നേരിട്ട് ഇറങ്ങേണ്ടി വന്നു സമരം അല്പമൊന്ന് ശമിപ്പിക്കാൻ. അയാൾക്കൊപ്പം ധനുഷും ഋഷികേശും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പഞ്ചായത്ത് ഓഫീസിന് ഇപ്പോഴും പോലീസ് കാവലാണ്. കാരണം അത് കത്തിക്കാനും ഇടയ്ക്ക് ശ്രമം നടന്നിരുന്നു. ഏതായാലും വാസുദേവ പണിക്കർക്ക് ജനപിന്തുണ കൂടി. ചെറുകണ്ട ദിനേശനും മെമ്പർമാരുമടക്കം റിമാൻഡിലാണ്. ഈ സംഭവത്തോടുകൂടി പണിക്കരുടെയും കാവേരിയുടെയും കുടുംബങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തു. ഇടയ്ക്കൊരു ദിവസം CI ഇർഫാൻ മുഹമ്മദ് ഭാര്യയെയും മക്കളെയും കൂട്ടി കാവേരിയുടെ വീട്ടിൽ വന്നു. 2 മക്കളാണ് CIക്ക്. ഏറെ നേരം അവർ സംസാരിച്ചിരുന്നു. ഓർമ്മകൾ പുതുക്കി. അതിനിടെ CI ധനുഷിനെയും ഋഷികേശിനെയും മാറ്റി നിർത്തി സംസാരിച്ചു. ഒരു സാധാരണ സംഭവമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. കേരളത്തിൽ ഇത്രയധികം കള്ളനോട്ടുകൾ പിടിച്ചെടുക്കുന്നതും അറസ്റ്റുണ്ടാകുന്നതും ആദ്യമായാണ്. അതിനാൽ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് കരുതരുത്. എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ധനുഷും ഋഷികേശും ഇർഫാൻ മുഹമ്മദിൻ്റെ മുഖത്തു നിന്ന് കണ്ണുകൾ പിൻവലിച്ചില്ല. ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചിട്ട് അയാൾ വീണ്ടും പറഞ്ഞു. ദിനേശിൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. എങ്കിലും എവിടെയൊക്കെ ഇനിയും അയാൾ പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനടക്കം അയാളെ തകർത്തവരെ അയാൾ നോക്കി വച്ചിട്ടുണ്ടാവും. അതിനാൽ ഏത് ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഇക്കാര്യം പറഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്താനും പാടില്ല. ശേഖരൻ, എൻ്റെ മക്കളോട് ഇത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. മനസ്സിലായി സാർ. ധനുഷും ഋഷികേശും തലയാട്ടി. സന്ധ്യയോടെ CIയും കുടുംബവും മടങ്ങി. ഒരാഴ്ച കൂടി കഴിഞ്ഞു. ചെറുകണ്ട ദിനേശിൻ്റെയും മെമ്പർമാരുടെയും റിമാൻഡ് കാലാവധി 10 ദിവസത്തേക്ക് കൂടി നീട്ടി. ഒരു രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ തലശ്ശേരിയിലേക്ക് ഒരു ഓട്ടം പോയിട്ട് ഡ്രൈവർ രാമചന്ദ്രൻ ബാലുശ്ശേരിയിലെത്തി. ഇന്നോവ ഒരു തട്ടുകടക്കരികിൽ നിർത്തിയിട്ട് അയാൾ സുലൈമാനി കഴിച്ചു. തിരികെ വണ്ടിയിലേക്ക് കയറാനാഞ്ഞതും തോളിലൊരു കരം അമർന്നു. രാമചന്ദ്രൻ ഞെട്ടിത്തിരിഞ്ഞു. സുശീലൻ, ചെറുകണ്ട ദിനേശൻ്റെ ഡ്രൈവർ. രാമചന്ദ്രൻ ഒന്ന് പരുങ്ങി. പക്ഷേ സുശീലൻ ചിരിച്ചു. നീ ഈ രാത്രിയിൽ എവിടെ പോയതാടാ? തലശ്ശേരിയിൽ. മടക്കത്തിലാ? നീ എന്താ ഈ നേരത്തെ ഇവിടെ? ഒന്നും പറയണ്ടെന്നേ. മുതലാളി അകത്തായതിനാൽ എൻ്റെ പണി പോയി. നിൻ്റെ കയ്യിൽ കാശുണ്ടോ? ഒരു പൈൻ്റെങ്കിലും കഴിക്കാം. അല്പം കഴിക്കണമെന്ന് രാമചന്ദ്രന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ മദ്യലഹരിയിൽ താൻ സുശീലിനോട് ചോദിച്ചതും പറഞ്ഞതുമൊക്കെ ഇവൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ അത് അപകടമാണ്. മാത്രമല്ല സുശീലിനെ കാണുമ്പോൾ ശ്രദ്ധിച്ചേ നിൽക്കാവൂ എന്ന് ധനുഷും ഋഷികേശും പറഞ്ഞിട്ടുമുണ്ട്. അതിനാൽ രാമചന്ദ്രൻ പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു. എനിക്കിന്ന് വേണ്ട സുശീല. ഒത്തിരി ഡ്രൈവ് ചെയ്തതല്ലേ. ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചിട്ട് കിടക്കണം. സുശീലൻ വിട്ടില്ല. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. എനിക്കൊരു പൈൻ്റടിക്കാൻ കാശിങ് താ. അത് തരാം. രാമചന്ദ്രൻ കീശിൽ നിന്ന് പേഴ്സെടുത്ത് 100-ൻ്റെ 2 നോട്ടുകൾ നൽകി. ഇവിടുത്തെ ബിവറേജ് ജനങ്ങളുടെ എതിർപ്പ് കാരണം പൂട്ടിയല്ലോ. നീ പേരാമ്പ്രയ്ക്കൊന്ന് വിട്. ആ വഴി കൂരാച്ചുണ്ടിന് പോകാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ സുശീലൻ പെട്ടെന്ന് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറി. രാമചന്ദ്രൻ വെട്ടിലായി. സുശീലിനെ ഇറക്കി വിട്ടാൽ ശരിയാവില്ല. എങ്കിൽ ഞാൻ വൈകുമെന്ന് ഭാര്യയോട് പറഞ്ഞേക്കാം. പിറുപിറുത്തുകൊണ്ട് രാമചന്ദ്രൻ സെൽഫോൺ എടുത്ത് നമ്പർ കുത്തിയത് ധനുഷിനാണ്. ഞാനാ. നമ്മുടെ ദിനേശൻ സാറിൻ്റെ ഡ്രൈവറെ കണ്ടു. വരാൻ അല്പം വൈകും. ഞങ്ങൾ പേരാമ്പ്ര വരെ ഒന്ന് പോകുകയാണ്. ഇപ്പോഴോ? ബാലുശ്ശേരിയിൽ. പറഞ്ഞിട്ട് കട്ട് ചെയ്യാതെ തന്നെ ഫോൺ പോക്കറ്റിലിട്ടു. സുശീലിനത് മനസ്സിലായില്ല. പേരാമ്പ്ര. ബിവറേജസ് കോർപ്പറേഷൻ്റെ മദ്യശാലയ്ക്ക് മുന്നിൽ അപ്പോഴും നീണ്ട ക്യൂ ആയിരുന്നു. ഇന്നോവ നിന്നതും നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ മിന്നൽ വേഗത്തിൽ 3 പേർ പിൻസീറ്റിൽ കയറി. ഏയ്, എന്താ ഇത്? രാമചന്ദ്രൻ ഞെട്ടിത്തിരിഞ്ഞു. അനങ്ങരുത്. പൊടുന്നനെ ഡോറുകൾ അടയുകയും പിന്നിൽ നിന്ന് കനത്ത ശബ്ദവും. ഒപ്പം തൻ്റെ കഴുത്തിൽ മൂർച്ചേറിയ ഒരു ലോഹത്തിൻ്റെ തണുപ്പ് രാമചന്ദ്രൻ അറിഞ്ഞു. സുശീല അയാളെ നോക്കി പല്ലിറുമി. രാമചന്ദ്ര, നായിൻ്റെ മോനെ, എന്നെ വെള്ളമടുപ്പിച്ചിട്ട് നീ എല്ലാ വിവരങ്ങളും പറയിച്ചു. എന്നിട്ട് എൻ്റെ മുതലാളിയെയും അകത്താക്കി. വിടില്ലട നിന്നെ. ദിനേശൻ സാറിനെ ദ്രോഹിച്ച ഓരോരുത്തന്മാരുടെയും ഞങ്ങളങ്ങ് തീർക്കാൻ പോവുകയാണ്. കിടുങ്ങിപ്പോയി രാമചന്ദ്രൻ. വണ്ടി എടുക്കടാ. പിന്നിൽ നിന്ന് ആക്രോശം കത്തി കഴുത്തിൽ വീണ്ടും അമർന്നു. നിങ്ങളൊക്കെ ആരാ? രാമചന്ദ്രൻ തിരിയാൻ ശ്രമിച്ചു. അറിഞ്ഞിട്ട് കാര്യമില്ലടാ. കല്ലിൽ ചിരട്ടുകൊണ്ട് ഉരസുന്നത് പോലെയുള്ള ശബ്ദം. രാമചന്ദ്രൻ നിസ്സഹായനായി. ഇന്നോവ മുന്നോട്ടെടുത്തു. ഓരോ സ്ഥലമെത്തുമ്പോൾ രാമചന്ദ്രൻ പേര് പറഞ്ഞുകൊണ്ടിരുന്നു. ചെമ്പ്ര. ഇനി എങ്ങോട്ടാ? നീ എന്താടാ പേര് പറഞ്ഞ് പഠിക്കുകയാണോ? നീ വണ്ടി അങ്ങ് ഓടിച്ചാൽ മതി. പിന്നിൽ ഇരുന്നവർക്ക് ദേഷ്യം വന്നു. എന്നെ കൊല്ലാൻ തന്നെയാണോ കൊണ്ടുപോകുന്നത്? അല്ലടാ, ഉമ്മ വയ്ക്കാൻ. സുശീലൻ തിരിഞ്ഞതും രാമചന്ദ്രൻ്റെ കവിളടക്കം ഒറ്റയടി. വണ്ടി പാളി. സുശീല, ഇപ്പോൾ വേണ്ട. ഇതിനൊക്കെ നിനക്ക് മതിയാവോളം സമയം തരാം. പിന്നിൽ നിന്ന് ഒരാൾ ഒരു കുപ്പി റാം മുന്നോട്ട് നീട്ടി. സുശീലൻ അത് വാങ്ങി വെള്ളം പോലും ചേർക്കാതെ വായിലേക്ക് ചരിച്ചു.
ചക്കിട്ടപ്പാറയും നരിനടയും പിന്നിട്ടു. ഇടത്തോട്ട് പോടാ. പിന്നിൽ നിന്ന് കൽപ്പന വന്നു. അവിടെ ഡാം സൈറ്റിൽ റോഡ് തീരുകയല്ലേ? രാമചന്ദ്രന് സംശയം. തീരണ്ടടാ, തീരുന്നതുവരെ നമുക്ക് പോകാം. റോഡ് തീർത്തും വിജന പ്രദേശമായി. ഇടതുഭാഗത്ത് കശുമാവിൻ്റെയും റബ്ബറിൻ്റെയും തോട്ടങ്ങൾ, ഒന്നരയാൾ വലുപ്പത്തിൽ നിൽക്കുന്ന കാളപ്പുല്ലുകൾ. മറുഭാഗം ഡാം സൈറ്റാണ്. റോഡ് അവസാനിക്കുകയാണ്. അവിടെ ഒരു കോഴി ഫാം ഉണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഫാമിൽ ഒരു കാവൽക്കാരൻ മാത്രം ഉണ്ടാകും. രാമചന്ദ്രൻ ഓർത്തു, ഇവിടെ തീരുകയാണോ തൻ്റെ ജീവിതം? ഇന്നോവ മുൻചക്രങ്ങൾ ചെളിയിൽ പൂണ്ടു നിന്നു. ഇറങ്ങടാ പറഞ്ഞതും പിന്നിലുണ്ടായിരുന്നവർ ചാടിയിറങ്ങി. ഡോർ തുറന്ന് രാമചന്ദ്രനെ വലിച്ചിറക്കി. എന്നെ വിട്. ഈ സുശീല പറയുന്നത് പോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല. രാമചന്ദ്രൻ കുതറി. അവർ ഒന്നും രണ്ടും കൊടുത്ത് അയാളെ വെള്ളത്തിനരികിലേക്ക് വലിച്ചിഴച്ചു. നിലാവിൻ്റെ വെളിച്ചത്തിൽ നീണ്ടുപരന്ന് കുന്നുകൾക്കിടയിൽ നിറഞ്ഞു കിടക്കുന്ന ജലപ്പരപ്പ് വെട്ടിത്തിളങ്ങി. കരയോട് ചേർന്ന് ഒരു പഴയ വള്ളം കിടപ്പുണ്ടായിരുന്നു. അതിൽ തുഴയും വലയും. മീൻപിടുത്തക്കാരുടെ വള്ളം. ഒരാൾ തുഴയെടുത്തു, മറ്റൊരാൾ വള്ളത്തിൽ കയറിയിരുന്നു. കത്തികൊണ്ട് അതിൽ വലിയൊരു തുളയുണ്ടാക്കി. രാമചന്ദ്ര, ഒരു കവിൾ മദ്യം കൂടി കഴിച്ചുകൊണ്ട് സുശീലൻ അലറി. നിനക്ക് നീന്തൽ അറിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഈ വള്ളത്തിൽ രക്ഷപ്പെടാമെങ്കിൽ ആയിക്കോ. സുശീല, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഞാനല്ല. അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സീൽക്കാരത്തോടെ തുഴ വീശി വന്നു. അയ്യോ! അടിയേറ്റ് രാമചന്ദ്രൻ വള്ളപ്പടിയിലേക്ക് തലയടിച്ചു വീണു. അവർ അയാളുടെ കാലുകൾ പിടിച്ചുയർത്തി വള്ളത്തിലേക്കിട്ടു. രാമചന്ദ്രൻ എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ അവർ വള്ളം ജലപ്പരപ്പിന് മീതെ തള്ളിവിട്ടു. രാമചന്ദ്രൻ്റെ ബാലൻസ് പോയി. അയാൾ വീണ്ടും വള്ളത്തിനുള്ളിൽ വീണു. തുളയിലൂടെ അരി തിളയ്ക്കുന്നത് പോലെ വെള്ളം തള്ളിക്കയറി തുടങ്ങി. രാമചന്ദ്രൻ്റെ വിലാപം കനത്ത നിശബ്ദതയിൽ മലമടക്കുകളിൽ പ്രതിധ്വനിച്ചു. വള്ളപ്പടിയിൽ പിടിച്ച് രാമചന്ദ്രൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. വെള്ളത്തിൽ വള്ളം കളിപ്പാട്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. കരയിൽ നിന്ന് സുശീലനും ഒപ്പം വന്ന ഗുണ്ടകളോ ആർത്തു ചിരിച്ചു. രാമചന്ദ്ര, വേഗം തുഴയാൻ പഠിച്ചോടാ, അല്ലെങ്കിൽ നീ വള്ളത്തോടൊപ്പം തണുത്ത വെള്ളത്തിൽ കിടന്ന് മരവിച്ചു പോകുമേ. സുശീലൻ കയ്യിലിരുന്ന കുപ്പി ഒരിക്കൽ കൂടി വായിലേക്ക് ചരിച്ചു. പിന്നെ വെള്ളത്തിനരികിൽ മുട്ടുകുത്തി നിന്ന് മുന്നോട്ട് കുനിഞ്ഞു. പട്ടി വെള്ളം കുടിക്കുന്നത് പോലെ ഡാമിലെ വെള്ളം കുറച്ച് കുടിച്ചു. താനും കൂടി ഇതിൽ ചത്തുമലയ്ക്കണോ? ഒരാൾ പിന്നിൽ നിന്ന് സുശീലിനെ വലിച്ചു പൊക്കി. സുശീല, രക്ഷിക്കടാ. നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം? രാമചന്ദ്രൻ വിലപിച്ചു. തനിക്ക് വള്ളത്തിൽ ബാലൻസ് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ അയാൾ അതിനുള്ളിൽ ഇരുന്നു. തുഴയെടുത്ത് വെള്ളത്തിൽ ആഞ്ഞു കുത്തി തുഴഞ്ഞു. എന്നാൽ വള്ളം നീങ്ങിയില്ല. നിശ്ചല ജലാശയത്തിൽ കിടന്ന് വട്ടം കറങ്ങി. ഇപ്പോൾ വള്ളത്തിൻ്റെ കാൽഭാഗത്തോളം വെള്ളം കയറിക്കഴിഞ്ഞു. രാമചന്ദ്രൻ്റെ മുണ്ട് കുതിർന്നു. അയാൾ വേവലാതിയോടെ വള്ളത്തിലെ തുളയ്ക്ക് മീതെ കൈപ്പത്തികൾ അമർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ കൈവിരലുകൾക്കിടയിലൂടെ പിന്നെയും വെള്ളം തള്ളിക്കയറിക്കൊണ്ടിരുന്നു. തൻ്റെ അന്ത്യം ഇതിനുള്ളിൽ തന്നെയാകുമെന്ന് രാമചന്ദ്രന് ബോധ്യമായി. ധനുഷിനെയോ ഋഷികേശിനെയോ ഒന്നുകൂടി വിളിക്കുവാൻ ഫോൺ എടുക്കണമെന്നുണ്ട്. എന്നാൽ കൈ മാറ്റിയാൽ വെള്ളം പെട്ടെന്ന് മുങ്ങും. നേരത്തെ താൻ കോൾ അയച്ചിട്ട് ഓഫാക്കാതെ ഫോൺ പോക്കറ്റിലിട്ടെങ്കിലും അത് സ്വയം ഓഫായി കാണുമെന്ന് അയാൾക്ക് തോന്നി. അല്ലെങ്കിൽ കുട്ടികൾ തന്നെ രക്ഷിക്കാൻ വന്നേനെ. സുശീല, അവസാന പ്രതീക്ഷയും അറ്റവനെ പോലെ രാമചന്ദ്രൻ വിളിച്ചു. എന്നെ കൊല്ലാതിരുന്നു കൂടെടാ. എൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ. സുശീലൻ പല്ലിളിച്ചു. നിന്റെ ഭാര്യയും പെൺമക്കളും എങ്ങനെയും ജീവിച്ചോളും. അവർക്കാണോ കാശുണ്ടാക്കാൻ ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ ഞാൻ തന്നെ ആ മാർഗം അവർക്ക് പറഞ്ഞു കൊടുത്തോളാം. സുശീലൻ ആ ഓർമ്മയിൽ ശൂളം വിളിച്ചു. പിന്നെ നിന്റെ ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് ഇന്ന് തന്നെ തമിഴ്നാട്ടിലേക്ക് അയച്ച് പൊളിപ്പിക്കും ഞാൻ. പിന്നീട് നിന്നെക്കുറിച്ച് ഒരുത്തനും ഒന്നും അറിയത്തില്ല. പൊടുന്നനെ രാമചന്ദ്രൻ വള്ളത്തിലെ തുളയിൽ നിന്ന് കൈമാറ്റി. എന്നിട്ട് വള്ളത്തിനിരുവശത്തേക്കും കൈകൾ നീട്ടി ശക്തിയിൽ തുഴയാൻ തുടങ്ങി. ഒരു താറാവ് വെള്ളത്തിൽ ചിറകടിക്കുന്നത് പോലെ. അതിന് അല്പം ഫലം കണ്ടു. വള്ളം കരയ്ക്ക് നേരെ ഇത്തിരി നീങ്ങി. കഴിവറി മോൻ, തിരിച്ചു വരുക. എറിയടാ, സുശീലൻ അലറി. അടുത്ത നിമിഷം മറ്റുള്ളവർ കല്ലുകൾ പെറുക്കി എറിയാൻ തുടങ്ങി. രാമചന്ദ്രൻ്റെ തലയിലും നെഞ്ചിലുമൊക്കെ കല്ലുകൾ കൊണ്ട് ചോര പൊടിഞ്ഞു. ഒരു കല്ല് ചീറിയെത്തി അയാളുടെ നെറ്റിയിലും പതിഞ്ഞു. ഹാ! ബോധം പോയതുപോലെ രാമചന്ദ്രൻ വള്ളത്തിൽ വീണു. പെട്ടെന്ന് കോഴിഫാമിന് അടുത്ത് നിന്ന് ആരോ അവിടേക്ക് ടോർച്ച് തെളിച്ചു. ആരാടത്? നിന്റെ തന്ത. മര്യാദയ്ക്ക് അകത്ത് കയറിക്കോ, അല്ലെങ്കിൽ നിന്റെ ഫാമിനെ ഞങ്ങൾ കത്തിക്കും. ഒരാൾ ചീറി. അതോടെ ടോർച്ച് അടഞ്ഞു. വള്ളത്തിൻ്റെ ഒരു ഭാഗം മുങ്ങാൻ തുടങ്ങുന്നത് സുശീലൻ കണ്ടു. അയാൾ തലയാട്ടി ചിരിച്ചു. ഒരുത്തൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അടുത്ത നിമിഷം അകലെ നിന്ന് പാഞ്ഞു വരുന്ന 2 തീക്കണ്ണുകൾ വൃക്ഷങ്ങൾക്കിടയിലൂടെ കാണായി. പൊട്ടുപോലെ വെളിച്ചശകലങ്ങൾ അവരിലൂടെ തെന്നി നീങ്ങി. ആരോ വരുന്നുണ്ട്, വണ്ടിയിൽ കയറിക്കോ. ഗുണ്ടകളിൽ ഒരാൾ തിടുക്കപ്പെട്ടു. അവർ വേഗം ഇന്നോവയിൽ കുതിച്ചു കയറി. സുശീലൻ ഡ്രൈവറുടെ സീറ്റിൽ. കീ അതിൽ തന്നെ ഉണ്ടായിരുന്നു. സുശീലൻ ഇന്നോവ സ്റ്റാർട്ട് ചെയ്തു. റിവേഴ്സ് ഗിയറിട്ടു. ചക്രങ്ങൾക്കിടയിൽ നിന്ന് ചെളി തെറിക്കുന്ന ശബ്ദം. ടയറുകൾ അവിടെ കിടന്ന് കറങ്ങി. നാശം. അയാൾ സ്റ്റിയറിംഗ് വീലിൽ ആഞ്ഞടിച്ചു. പിന്നെ വണ്ടി മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴും പഴയ അനുഭവം. വണ്ടിക്ക് ഇരുവശത്തും കൂടി ചേറ് പിന്നോട്ട് പറന്നു പോകുന്നത് നിലാവെളിച്ചത്തിൽ കാണാമായിരുന്നു. അവിടേക്കെത്തിയ വാഹനം ഡാം സൈഡിലേക്ക് തിരിഞ്ഞു. രക്ഷയില്ല, ഓടിക്കോ പറഞ്ഞതും സുശീലൻ പുറത്തു ചാടി. മറ്റുള്ളവരും. അവർ ഡാമിന് ഇരുവശത്തേക്ക് ഓടിപ്പോയി. ആ ക്ഷണം ഇന്നോവയ്ക്ക് പിന്നിൽ ഒരു ജീപ്പ് ബ്രേക്കിട്ടു. പോലീസ്. CI ഇർഫാൻ മുഹമ്മദും SI രാജസാനും അടങ്ങുന്ന സംഘം പാഞ്ഞിറങ്ങി. അവർ ഇന്നോവയ്ക്കുള്ളിലേക്ക് ടോർച്ചടിച്ച് പരിശോധിച്ചു. ആരുമില്ല. അപ്പോൾ എന്തോ ശബ്ദം കേട്ട് രാജസാൻ്റെ കയ്യിലിരുന്ന ടോർച്ച് ഡാമിലേക്ക് തിരിഞ്ഞു. സാർ, അതാ. അയാൾ കൈ ചൂണ്ടി.
ഇർഫാൻ മുഹമ്മദ് വെട്ടിത്തിരിഞ്ഞു. അയാളും കണ്ടു വെള്ള സോപ്പ് പത പോലെ ഡാമിലെ വെള്ളം ഇളകുന്നു. അത് രാമചന്ദ്രനാ! ക്വിക്ക്! ഇർഫാൻ മുഹമ്മദ് അങ്ങോട്ടോടി. ആ നിമിഷം വെള്ളത്തിലേക്ക് താണു. പ്രാണരക്ഷാർത്ഥം രാമചന്ദ്രൻ കൈക്കാലിട്ടടിച്ചു. പോലീസുകാരിൽ നീന്തലറിയാവുന്ന ഒരാൾ വെള്ളത്തിലേക്ക് ചാടി. മുങ്ങിത്തുടങ്ങിയ രാമചന്ദ്രൻ്റെ മുടിയിൽ പിടികിട്ടി. അതേ രൂപത്തിൽ തന്നെ അയാൾ കരയിലേക്ക് നീന്തി. മറ്റുള്ളവരുടെ സഹായത്തോടെ രാമചന്ദ്രനെ കരയിലേക്ക് വലിച്ചു കയറ്റി. രാമചന്ദ്ര! അയാളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചുകൊണ്ട് ഇർഫാൻ മുഹമ്മദ് വിളിച്ചു. അയാൾ അനങ്ങിയില്ല. രാജസേനൻ അയാളുടെ വയറിന് ഇരുവശത്തും കൈപ്പടം ആഞ്ഞമർത്തി. രാമചന്ദ്രൻ്റെ വാ തുറക്കപ്പെട്ടു. ഒരു കവിൾ വെള്ളം മുകളിലേക്ക് തെറിച്ച് അയാളുടെ മുഖത്തേക്ക് തന്നെ വീണു ചിതറി. അടുത്ത ദിവസം രാവിലെ 10 മണി. കൈതക്കൊല്ലി ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പച്ചക്കാട്ടിൽ വാസുദേവ പണിക്കരും ധനുഷും ഋഷികേശും ഒന്നിച്ചവിടെ എത്തി. അപ്പോൾ SI രാജസേനൻ്റെ നേതൃത്വത്തിൽ ഡ്രൈവർ രാമചന്ദ്രൻ്റെ മൊഴിയെടുക്കുകയായിരുന്നു. രാമചന്ദ്രൻ്റെ തലയിലെ ശരീരത്തുമൊക്കെ ഏറുകൊണ്ട ഭാഗം ബാൻഡേജ് ചെയ്തിട്ടുണ്ട്. അവരെ കണ്ടപ്പോൾ SI പരിചയഭാവത്തിൽ ചിരിച്ചു. രാമചന്ദ്രൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, അവിടെ കിടന്നോളൂ, പണിക്കർ പറഞ്ഞു. ഞങ്ങളുടെ ജോലി തീർന്നു. ഇനി നിങ്ങൾ സംസാരിച്ചിരിക്കെ. രാജസേനനും പോലീസുകാരും മടങ്ങാനൊരുങ്ങി. 2 അടി നടന്നിട്ട് രാജസേനൻ തിരിഞ്ഞു. ഇന്ന് വെളുപ്പിന് ഇർഫാൻ സാറ് സുശീലിനെ പൊക്കി. മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ്. താങ്ക് യു സാർ. പണിക്കർ തലയാട്ടി. പോലീസ് സംഘം വാർഡ് വിട്ടു. മറ്റു കിടക്കയിലുള്ളവർ പലരും പണിക്കരെ നോക്കി ചിരിച്ചു. രാമചന്ദ്രൻ്റെ ഭാര്യയും മക്കളും ഭീതി വിട്ടൊഴിയാതെ നിൽക്കുകയാണ് അപ്പോഴും. അവർ പണിക്കരുടെ മുമ്പിൽ പരാതിയുടെ കെട്ടഴിച്ചു. ഇങ്ങേർക്ക് എന്തായാലും പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തേനെ സാറേ? പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല ഇതിയാൻ. ആ സുശീലിനുമായിട്ട് യാതൊരു കോളും വേണ്ടെന്ന് പണ്ടേ ഞാൻ ഉപദേശിച്ചിട്ടുള്ളതാണ്. രാമചന്ദ്രൻ്റെ ഭാര്യ സാരി തലപ്പുയർത്തി കണ്ണുകളൊപ്പി. അവരുടെ വിചാരം രാമചന്ദ്രൻ്റെ കൂട്ടുകെട്ടാണ് എല്ലാത്തിനും കാരണമെന്നാണ്. ഏയ്, അതൊന്നുമല്ല വിഷയം. പണിക്കാർ ഒരു കസേര രാമചന്ദ്രൻ്റെ കിടക്കയ്ക്ക് അരികിലേക്ക് ചേർത്തിട്ടിരുന്നു. അയാൾക്ക് ഇരുവശത്ത് ധനുഷും ഋഷികേശും നിന്നു. എൻ്റെ ഫോണിലൂടെ എല്ലാം കേട്ടായിരുന്നു അല്ലേ? രാമചന്ദ്രൻ കുട്ടികളെ നോക്കി. കേട്ടതുകൊണ്ടാണ് അല്പം വൈകിയെങ്കിലും ഇർഫാൻ സാറിന് എത്താൻ കഴിഞ്ഞത്. വഴിയിൽ വെച്ച് തന്നെ ചേട്ടൻ്റെ വണ്ടി അവർ ബ്ലോക്ക് ചെയ്തേനെ. ജീപ്പിൻ്റെ ടയർ പഞ്ചറായി പോയതാ കാരണം, ധനുഷ് അറിയിച്ചു. രാമചന്ദ്രൻ ദീർഘമായി നിശ്വസിച്ചു. ശരിക്കും പറഞ്ഞാൽ മരണത്തിന് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ ശരിക്കും അറിഞ്ഞത് ഇന്നലെ രാത്രിയാണ്. ഓർമ്മയിൽ പോലും അയാളുടെ മുഖത്ത് ഞെട്ടലുണ്ടായി. വെള്ളം കുടിച്ചും കെട്ടിത്തൂങ്ങിയും ചത്തവരെയൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും അതിന് തൊട്ടുമുമ്പത്തെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അയാൾ ഒരു നിമിഷം കണ്ണുകൾ പൂട്ടി. രാമചന്ദ്രന് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായി എന്നത് നേരെ. അതുകൊണ്ട് എത്ര കള്ളന്മാരാകത്തായത്? പണിക്കർ സാർ അയാളുടെ കൈപ്പത്തിയിൽ മുറുകെ പിടിച്ചു. ചേട്ടാ! ഋഷികേശ് ഇത്തിരി കൂടി മുന്നോട്ട് നീങ്ങി നിന്നു. ഇതോടുകൂടി ചേട്ടൻ്റെ കഷ്ടകാലം മാറാൻ പോവുകയാണ്. ഇന്നത്തേക്കൊക്കെ ഉയർന്ന മാന്യത ചേട്ടന് കിട്ടും. അതിനുള്ള ചില പദ്ധതികളൊക്കെ ഞങ്ങളുടെ പക്കലുണ്ട്. അതെ, ധനുഷും പറഞ്ഞു. പണിക്കർ സാറിനോട് പോലും ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ആരും ചോദിക്കരുത്, സമയമാകുമ്പോഴേ പറയൂ. മറ്റുള്ളവർ ഒന്നും മനസ്സിലാകാതെ ഇരുവരെയും നോക്കി. പണിക്കർ പോക്കറ്റിൽ നിന്ന് 2000-ൻ്റെ ഏതാനും നോട്ടുകളെടുത്ത് മടക്കി രാമചന്ദ്രൻ്റെ തലയിണക്കിടയിൽ വച്ചു. ഇതിരിക്കട്ടെ, അത്യാവശ്യത്തിന് ഉപകരിക്കും. ഇനിയും എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാൻ മടിക്കണ്ട. രാമചന്ദ്രൻ്റെ ഭാര്യയോടും മക്കളോടും കൂടിയാണ് അയാൾ പറഞ്ഞത്. അവർ തലയാട്ടി. അല്പനേരം കൂടി അവിടെ കഴിഞ്ഞിട്ട് പണിക്കരും കുട്ടികളും യാത്രയായി. കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ നിന്ന് പ്രകാശ് ചന്ദ്രൻ വീട്ടിലെത്തിയിട്ട് 2 ദിവസമായി. അവൻ്റെ സുഹൃത്തുക്കളും ഓടനാവട്ടം ശശാങ്കനും CI ചക്രപാണിയും മറ്റും ഇടയ്ക്കിടെ വന്നു. ആദ്യമൊക്കെ ചക്രപാണിയെ കാണുമ്പോൾ വനിതയ്ക്ക് ഒരുതരം അറപ്പും ഭീതിയുമായിരുന്നു. തൻ്റെ ഭർത്താവിനെ കൊല്ലാൻ കൂട്ടുനിന്നവൻ. എന്നാൽ അത് മനസ്സിലാക്കിയിട്ട് പ്രകാശ് ചന്ദ്രൻ്റെ മുന്നിൽ വെച്ച് തന്നെ ചക്രപാണി തുറന്നടിച്ചു. മാഡം, ഇങ്ങനെ എന്നെ കാണുമ്പോൾ മുഖം കറുപ്പിക്കുന്നത് എന്തിനാണെന്നറിയാം. പക്ഷേ ആ സമയത്ത് ഭാസ്കരചന്ദ്രൻ സാറ് മരിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ പറയണ്ടല്ലോ. മകനിപ്പോൾ ജയിലിൽ കിടന്നേനെ. ഒന്നുകിൽ ജീവപര്യന്തം, അല്ലെങ്കിൽ തൂക്കുകയർ. അതിൽ കുറഞ്ഞതൊന്നും കിട്ടാത്ത വകുപ്പോൾ ഭാസ്കരചന്ദ്രൻ സാറ് എഴുതി പിടിപ്പിച്ചിട്ടായിരുന്നു. വനിത അനിഷ്ടത്തോടെ മുഖം തിരിച്ചു. ചക്രപാണി പ്രകാശ് ചന്ദ്രന് കൂടി ഒന്ന് നോക്കിയിട്ട് തുടർന്നു. നിങ്ങൾക്ക് മകനോട് സ്നേഹമില്ല, അതുതന്നെ കാരണം. ചക്രപാണി, അസ്വസ്ഥയായി വനിത പൊട്ടിത്തെറിച്ചു. ഇനിമേലിൽ നിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് ചന്ദ്രേട്ടനെതിരെ ഒരക്ഷരം പറഞ്ഞാലുണ്ടല്ലോ. ലോകവിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവളാണ് ഞാനും. ഒന്ന് ഫോണെടുത്ത് വിളിച്ചാൽ മതി, മീഡിയക്കാർ ഇവിടെ പറന്നു വരും. ഒരു പ്രസ് കോൺഫറൻസ്. ഒന്നും തീർന്നെന്ന് നീ കരുതരുത്. അവർ അയാളുടെ മുഖത്തിന് നേർക്ക് കൈ ചൂണ്ടി. നീയും എൻ്റെ മോനും അടക്കം പലരും ഇനിയായാലും ഇരുമ്പഴി എണ്ണും. എൻ്റെ ഭർത്താവിനെ കൊന്നത് മാത്രമല്ല, ഇൻസ്പെക്ടർ ചന്ദ്രശേഖരൻ, ASI രവീന്ദ്രനെ, ആ ബംഗാളികളെ, വിദ്യാർത്ഥികളെ, അങ്ങനെ പലരെയും. നീ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുതെങ്കിൽ ഇനിമേൽ ഈ വീട്ടിൽ കാലുകുത്തരുത്. കത്തിയേരുന്ന ഭാവത്തിലായിരുന്നു വനിത. ചക്രപാണി ഒന്ന് പകച്ചു. മുന്നിൽ നിൽക്കുന്നത് ഏറെ ഭയപ്പെടേണ്ട ഒരു ബോംബാണെന്ന് ആ നിമിഷം അയാൾ തിരിച്ചറിഞ്ഞു. മമ്മി! പെട്ടെന്ന് ഇടിമുഴക്കം കണക്കെ ഗർജിച്ചുകൊണ്ട് പ്രകാശ് ചന്ദ്രൻ വടികുത്തി എഴുന്നേറ്റു. വനിത ഭയന്നില്ല. സാവധാനം അവൻ്റെ നേരെ തിരിഞ്ഞു. പ്രകാശ് ചന്ദ്രൻ കടപ്പല്ലമർത്തി. സ്വന്തം പപ്പ അല്ലെങ്കിൽ പോലും ഓർമ്മ വച്ച നാൾ മുതൽ അങ്ങനെ വിളിച്ചിരുന്ന ഒരുത്തനെ കൊല്ലാൻ എൻ്റെ കൈ വിറച്ചില്ലെങ്കിൽ ജന്മം തന്നതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് ഇതുവരെ തന്നിരുന്ന ബഹുമാനം ഇങ്ങ് തിരിച്ചെടുക്കാനും ഒട്ടും മടിക്കില്ല. അവൻ്റെ ശ്വാസതാളം മുറുകി. കാരണം എൻ്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്ന ഒരുത്തൻ്റെ കൂടെ യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ പുറത്തുനിന്ന ഒറ്റ കാരണം മതി എന്നെ കൊണ്ടത് ചെയ്യിക്കാൻ.
മകൻ്റെ ഭാവം കണ്ട് വനിതയുടെ ഉള്ളിൽ ഇടിമുഴക്കങ്ങളുണ്ടായി. തീർത്തും ഒരു കൊലയാളിയുടെ ഭാവം. വനിതയുടെ കണ്ണുകൾ നിറഞ്ഞു. മുടന്തി 2 അടി മുന്നോട്ട് വെച്ച പ്രകാശ് ചന്ദ്രൻ. നിങ്ങളും ഇനി വാ തുറന്നുകൂടാ എങ്കിൽ ഒരു വേലക്കാരിയുടെ റോളിലെങ്കിലും പ്രാണം പോകാതെ ഇവിടെ കഴിയാം. അങ്ങനെ കഴിഞ്ഞോണം. ആവശ്യമില്ലാത്തത് കാണാതിരിക്കാൻ കണ്ണുകൾ അടച്ചോണം. എനിക്കിഷ്ടമുള്ളവരൊക്കെ ഇവിടെ വരും. അപ്പോൾ സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുത്താതെ കാതുകളും മനസ്സും പൂട്ടി വച്ചേക്കണം. അവൻ തിരിഞ്ഞു. സാർ വാ. ചക്രപാണിയെ വിളിച്ചിട്ട് പ്രകാശ് ചന്ദ്രൻ തൻ്റെ മുറിയിലേക്ക് നീങ്ങി. ചക്രപാണി വനിതയെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. ഇത്തരം ഒരു മകന് ജന്മം കൊടുത്തതിൽ 1000 വട്ടം സ്വയം ശപിച്ചിട്ടുള്ള വനിതയ്ക്ക് ഇപ്പോൾ സകല നിയന്ത്രണവും പോയി. നീ നന്നാവത്തില്ലടാ. ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടപ്പോഴെങ്കിലും എനിക്ക് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു നീ രക്ഷപ്പെടുമെന്ന്. പക്ഷെ ഇല്ല. കോമ്പസാടാ നീ, കോമ്പസ്. തനി വടക്കു നോക്കിയ യന്ത്രം. എങ്ങനെ ശ്രമിച്ചാലും നിന്റെ സ്വഭാവം മാറത്തില്ല. നീ നോക്കിക്കോടാ. ഈ മമ്മി മനസ്സുരുക്കി പറയുകയാ. ഇവന്മാരുടെ വാക്കിന് പിന്നാലെ നീ പോയാൽ, ഇതുകൊണ്ടും നീ പഠിച്ചില്ലെങ്കിൽ നീ നശിക്കും, നാമാവശേഷമാകും. അത് ഞാൻ കാണേണ്ടി വരുമടാ. അങ്ങനെ വന്നാൽ അന്ന് നിനക്ക് വേണ്ടി വീഴ്ത്താൻ ഒരു തുള്ളി കണ്ണീർ പോലും എന്നിലുണ്ടാവില്ല. മകനെ ശപിച്ചിട്ട് വനിത വെട്ടിത്തിരിഞ്ഞു പോയി. പ്രകാശ് ചന്ദ്രൻ ഒരു നിമിഷം അത് നോക്കി നിന്നു. കഷ്ടം. ചക്രപാണി പിറുപിറുത്തു. പിന്നെ പ്രകാശ് ചന്ദ്രൻ്റെ ഒപ്പം അവൻ്റെ മുറിയിൽ കയറി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓടനാവട്ട ശശാങ്കനും ഐസ്തംഭിയും കൂടി അവിടെ എത്തി. അവരെ സ്വീകരിച്ചിരുത്തിയിട്ട് പ്രകാശ് ചന്ദ്രൻ പരിഭവിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ തെണ്ടികളെ എൻ്റെ മുന്നിൽ എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി മുതലാളി? ശശാങ്കൻ അസ്വസ്ഥനായി കൈവിരലുകൾ പരസ്പരം കോർത്ത് ഞൊട്ടവിട്ടു. ഞാൻ പരാജയപ്പെട്ടെന്ന് കരുതല്ലേ പ്രകാശേ? അന്ന് അവിടെ കാവേരിയുടെ സഹോദരൻ പ്രഫുല്ലകുമാർ ഉണ്ടായിരുന്നല്ലോ. അവൻ്റെ ഒപ്പമാണ് അവർ പോയതെന്ന് ഉറപ്പാ. ഇപ്പോൾ എൻ്റെ അന്വേഷണം അയാളിലേക്ക് നീക്കിയിരിക്കുക. അയാൾ എവിടെയുണ്ടെന്ന് ഞാനറിയും. അയാളിലൂടെ കാവേരിക്കും മക്കൾക്കും അരികിലെത്തുകയും ചെയ്യും. ഒന്ന് നിർത്തിയിട്ട് ശശാങ്കൻ തുടർന്നു. ചന്ദ്രശേഖറും കുടുംബവും താമരശ്ശേരിയിലായിരുന്നല്ലോ. ആ വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. അവർ എത്താൻ സാധ്യതയുള്ള സ്ഥലം നമുക്ക് അവിടെ നിന്ന് കിട്ടും. പ്രകാശ് ചന്ദ്രൻ്റെ മുഖം തെളിഞ്ഞു. ശശാങ്കൻ ബാക്കി പറഞ്ഞു. അതൊരു മാർഗം. അടുത്തത് കുറേ കൂടി എളുപ്പമാണ്. ഈ ചക്രപാണിയായാണ് അക്കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. കാര്യം പിടികിട്ടാതെ പ്രകാശ് ചന്ദ്രൻ ചക്രപാണിയെ നോക്കി. അയാൾ വിശദീകരിച്ചു. എൻ്റെ സംശയം ശരിയാണെങ്കിൽ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ അശോകനില്ലേ, അയാളും ആ പിള്ളേരും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. അയാൾക്ക് അവരുടെ കുടുംബത്തോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ആ നിലയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുത്തെ വിവരങ്ങൾ അറിയാൻ പിള്ളേരെ അയാളെ വിളിക്കും, അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കും. അതിനാൽ ഇന്നു മുതൽ അശോകൻ്റെ ഫോണിലേക്ക് വരുന്നതും പോകുന്നതുമായ സകല കോളുകളും വാച്ച് ചെയ്യാൻ സൈബർ സെല്ലിൽ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള ചിലർ ഉണ്ടവിടെ. നേരത്തെ പലപ്പോഴും ചന്ദ്രശേഖരൻ്റെ കോളുകൾ ഞാൻ ആ വഴിക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പലതവണ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. പ്രകാശ് ചന്ദ്രൻ മനം നിറഞ്ഞു. തൻ്റെ അംഗവൈകല്യം മറന്നവൻ ചിരിച്ചു. അപ്പോൾ ശശാങ്കൻ മറ്റൊന്നുകൂടി അറിയിച്ചു. ഇനിയുമുണ്ടൊരു വഴി. ജോലി അല്പം കൂടുതലാണെങ്കിലും നമുക്ക് ഒരാളെ ഇവിടെ ഇരുത്തി പരിശോധിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ? പ്രകാശ് ചന്ദ്രൻ അയാളുടെ മുഖത്തേക്ക് നോട്ടം നട്ടു. 10ാം സ്റ്റാൻഡേർഡ് പാസ്സായിട്ട് സ്കൂളിൽ നിന്ന് TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും മറ്റും വാങ്ങിയാണല്ലോ ദക്ഷിണ പോയത്. അതെ, തീർച്ചയായും അവൾ ഏതെങ്കിലും സ്കൂളിൽ +1 ചേരാതിരിക്കില്ല. ഇപ്പോൾ ആപ്ലിക്കേഷനും അഡ്മിഷനുമൊക്കെ ഓൺലൈൻ വഴിയായത് നമ്മുടെ ഭാഗ്യം. കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെയും കോഡ് നമ്പർ സൈറ്റിൽ ലഭ്യമാണ്. അതുപയോഗിച്ച് ഏത് സ്കൂളിലാണ് ദക്ഷിണയ്ക്ക് അഡ്മിഷൻ ലഭിച്ചതെന്ന് നമുക്ക് കണ്ടെത്താനാവും. സന്തോഷത്താലൊന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി പ്രകാശ് ചന്ദ്രന്. തൻ്റെ കാലുകൾ തല്ലിയൊടിച്ച തൻ്റെ ശത്രുക്കളോട് താൻ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ അറിഞ്ഞു. തമ്പി, ആഹ്ലാദത്തോടെ അവൻ വിളിച്ചു. ഇന്നത്തെ ദിവസം ആഘോഷിക്കാനുള്ളതാ. അലമാരയിൽ നിന്ന് എടുക്കണം ഒരു കുപ്പി. ഐസ് തമ്പി എഴുന്നേറ്റു. കൊയിലാണ്ടി സബ് ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു ചെറുക്കണ്ട ദിനേശൻ. എന്തിനാ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? സൂപ്രണ്ട് ദിനേശനെ സംശയത്തോടെ നോക്കി. ദിനേശൻ ഒന്ന് ചിരിച്ചു. പൂഞ്ഞൂര് ടൗണിൻ്റെ മധ്യത്തിൽ എൻ്റെ ഭാര്യയുടെ പേരിലുള്ള 3 നില ബിൽഡിങ്ങും അതിനോട് ചേർന്ന 15 സെൻറ്റ് സ്ഥലവും ഞാൻ സാറിന് എഴുതി തരാൻ തീരുമാനിച്ചു. എനിക്കോ? സൂപ്രണ്ടിൻ്റെ കണ്ണുകളിൽ അവിശ്വാസത്തിൻ്റെയും ഒപ്പം ആർത്തിയുടെയും തിരയിളക്കം ദിനേശൻ കണ്ടു. അതെ. ആരുടെ പേരിൽ പ്രമാണം രജിസ്റ്റർ ചെയ്യണം എന്ന് മാത്രം നിങ്ങൾ അറിയിച്ചാൽ മതി. എനിക്ക് സൂപ്രണ്ടിന് എന്ത് പറയണമെന്നറിയില്ല. ദിനേശൻ ശബ്ദം താഴ്ത്തി. ലക്ഷ്മണൻ സാറേ, ഇവിടുത്തെ CCTV ക്യാമറ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. അതെ. ദിനേശൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തു. ഇനി വേഗം കാര്യം പറയൂ. ദിനേശൻ മുന്നോട്ടാഞ്ഞിരുന്നു. വെറുതെ ഞാൻ നിങ്ങൾക്ക് തരുന്നതല്ല ആ കെട്ടിടവും ഭൂമിയും. അറിയാം. പക്ഷേ ലക്ഷ്മണന് സംശയം മാറുന്നില്ല. ഒരു ദിവസത്തേക്ക് മറ്റാർക്കും സംശയം തോന്നാത്ത കാരണമുണ്ടാക്കി നിങ്ങൾ ലീവ് എടുക്കണം. അത്രമാത്രം. ദിനേശൻ മന്ത്രിച്ചു. എന്തിന്? ലക്ഷ്മണൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ഞാൻ അകത്തും എൻ്റെ ശത്രുക്കൾ പുറത്തുമാണ് ഇപ്പോൾ. അത് പാടില്ല. എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ഇവിടെ നിന്ന് പുറത്ത് കടക്കും മുമ്പ് ശത്രുക്കളെ തീർത്തിരിക്കണം. ഞാനാണിതിന് പിന്നിലെന്ന് യാതൊരു തെളിവോ ഉണ്ടാവുകയുമില്ല. ഇന്നലെ 2 മാവോയിസ്റ്റ് പ്രവർത്തകരെ ഇവിടെ റിമാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. ലക്ഷ്മൺ അറിയാതെ ചുറ്റും നോക്കി. ആരെങ്കിലും തങ്ങളുടെ സംസാരം കേൾക്കുന്നുണ്ടോ? വളരെ നല്ലത്. ദിനേശൻ തലയാട്ടി. കാലം എനിക്ക് അനുകൂലം. ഭാഗ്യവും സമ്പത്തും നിങ്ങൾക്കും. 2 പേർക്കും തൃപ്തികരമായ ഒരു ഡീലിങ്. ഇപ്പോൾ ഈ ജയിലിൽ എന്ത് നടന്നാലും അതിൻ്റെ ഉത്തരവാദിത്തം മാവോയിസ്റ്റുകളുടെ അക്കൗണ്ടിൽ ആകുകയും ചെയ്യും. നെഞ്ചിടിപ്പോടെ ലക്ഷ്മണൻ കേട്ടിരുന്നു. ദിനേശൻ തുടർന്നു. കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നുന്നതും
ഇതുവരെ ആരും പരീക്ഷിക്കാൻ ധൈര്യപ്പെടാത്തതുമായ ഒരു കാര്യം. പക്ഷേ ചിന്തിച്ചു നോക്കിയാൽ വളരെ ലളിതം. വേണ്ടത് ചങ്കൂറ്റം ഒന്ന് മാത്രം. ദിനേശൻ തൻ്റെ പദ്ധതി വ്യക്തമാക്കി. ഞെട്ടിപ്പോയി ലക്ഷ്മണൻ. അയാളുടെ മുഖത്തു നിന്ന് വിയർപ്പ് കണങ്ങൾ ഇറ്റുവീണു. കഥ തുടരും.